Okay. Heart in the second dimension. First dimension is width. Second dimension, that is depth. Depth ആണ്. The deep heart. Deep heart ന്റെ പടമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. Deep ആയിട്ടുള്ള ഒരു ഹാർട്ടാണ്. The heart with depth emphasize the emotions that connect all people and the states of being that we have in common. This heart is symbolized by a downward extension to the heart's globe. എന്നുവെച്ചാൽ എല്ലാവരുമായിട്ടും ഇമോഷണലി കണക്ട് ചെയ്ത് കിടക്കുന്ന ഒരു വലിയ ശൃംഖല, ആ ശൃംഖലയിലേക്ക് ചേർക്കുന്ന ഹാർട്ടാണ് ഡീപ്പ് ഹാർട്ട്. സോ അതിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പതുക്കെ പതുക്കെ മനസ്സിലാക്കാൻ സാധിക്കും, ഡീപ്പ് ഹാർട്ടിന്റെ പ്രവർത്തന രീതികൾ. സോ എല്ലാവരുമായിട്ടും ഇമോഷണലി വളരെ കണക്റ്റഡ് ആയി കിടക്കുന്ന ഹാർട്ടാണ്. സോ വളരെ അധികം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമോഷണൽ ഹാർട്ടും കൂടിയാണിത്. ഇതിന്റെ ക്യാരക്ടർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യുവർ ഡീപ്പ് ഹാർട്ട് ഈസ് എംപത്തറ്റിക്. നമ്മുടെ ഡീപ്പ് ഹാർട്ടിൽ ഇരിക്കുന്ന സമയം വളരെ നമ്മൾ എംപത്തറ്റിക് ആയിരിക്കും. അലോയിങ് യു ടു ഈസിലി ഫീൽ വാട്ട് അതേഴ്സ് ഹാർട്ട് ഫീൽ, ആസ് ഇഫ് ദർ വാസ് നോ സെപ്പറേഷൻ ഓർ ബാരിയർ ബിറ്റ്വീൻ യു. അതാണ് ഇതിന്റെ ഒരു നല്ലതും ചീത്തയുമായി കിടക്കുന്ന ഒരു ഭാഗം. അതായത് നമുക്ക് മറ്റുള്ളവരുടെ ഇമോഷൻസ് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ ഏറ്റവും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ഇമോഷൻ ആണോ നമ്മുടെ ഇമോഷൻ ആണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. എല്ലാം സെയിം ആയിട്ട് തോന്നും. ഒരു ബാരിയർ ഇല്ല, ഒരു സെപ്പറേഷൻ ഇല്ല ഡീപ്പ് ഹാർട്ട് ഏറ്റവും ആക്റ്റീവായിട്ട് നിൽക്കുമ്പോൾ. In the depth, we are all united like water lilies under the water, even though we appear separate on the surface. പുറത്ത് എത്ര നമ്മൾ സെപ്പറേഷൻ ഉണ്ടെങ്കിലും ഈ ഡീപ്പ് ഹാർട്ട് ആണ് നമ്മളെ പരസ്പരം ബന്ധിപ്പിച്ച് കിടക്കുന്നത്. Because with deep heart, you feel so keenly the reaction of others to your actions, you become very considerate towards others. മറ്റുള്ളവരുടെ ആക്ഷൻസും മറ്റുള്ളവരുടെ റിയാക്ഷൻസും നമ്മുടെ ആക്ഷൻസും നമ്മുടെ കൺസിഡറേഷനും ഇതെല്ലാം നമ്മുടെ ഡീപ്പ് ഹാർട്ടിനെ ബേസ് ചെയ്തിട്ടാണ് എപ്പോഴും കിടക്കുന്നത്. യു ആർ നാച്ചുറലി ടെൻഡർ ആൻഡ് കൈൻഡ്. നമ്മുടെ ഡീപ്പ് ഹാർട്ട് വളരെ ഓപ്പൺ ആയിരിക്കുന്ന സമയം നമ്മൾ നാച്ചുറലി ടെൻഡർ ആയിരിക്കും, നമ്മൾ വളരെ കൈൻഡ് ആയിരിക്കും. You live in your emotions, so you are familiar with all the emotions, all the feelings which is arising. Empaths have deep heart. Yes, നമ്മളിൽ എല്ലാവരിലും ഡീപ്പ് ഹാർട്ട് ഉണ്ട്, നമ്മളിൽ എല്ലാവരിലും എമ്പതി ഉണ്ടാവും. ഇത് മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാവും ഇത് എങ്ങനെയാണ് ഈ ഹാർട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ മാറുന്നത്, അതിന്റെ റീസൺസ്. പലപ്പോഴും നമ്മളെല്ലാവരും ജനിക്കുന്ന സമയം നമ്മുടെ മിക്കവരുടെ ഹാർട്ടിൽ ഒരു ഹോൾ ഹാർട്ടായിരിക്കും. കാലക്രമേണ വരുന്ന എക്സ്പീരിയൻസ് ആണ് നമ്മളുടെ ഹാർട്ടിനെ പല രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. നമുക്ക് ഏതൊക്കെ പ്രീവിയസ് ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും നമ്മുടെ സോള് പ്യൂരിഫൈ ചെയ്ത് അടുത്തൊരു ലൈഫിലേക്ക് എത്തുമ്പം നമ്മുടെ ഹാർട്ട് ആ ഒരു ലെവൽ ഓഫ് ഹോൾനെസ്സിലായിരിക്കും നമ്മളിവിടെ എൻട്രി ചെയ്യുന്നത്. പക്ഷേ ചിലത് ട്രിഗർ ചെയ്യുകയാണ്. ഓരോ ലൈഫ് എക്സ്പീരിയൻസും ട്രിഗേഴ്സ് ആണ്. ഈവൻ ഞാൻ കേട്ടിട്ടുണ്ട് ചിലപ്പോൾ ചില ആളുകളുടെ നോട്ടം, ഭയങ്കരമായി സ്റ്റെയർ ചെയ്യുന്ന നോട്ടം പോലും ചില പാസ്റ്റ് ലൈഫ് മെമ്മറീസ് നമ്മൾ ട്രിഗേർഡ് ആവും. എന്ന് വെച്ചാൽ നമ്മൾ ജനിക്കുന്നത് ഇതെല്ലാം കൊണ്ടാണ്, നമ്മളിൽ എല്ലാ ഇംപ്രിൻസും നമ്മുടെ ഹാർട്ട് സ്പേസിലുണ്ട്. പക്ഷേ ഇതിന്റെ സ്വിച്ച് നമ്മുടെ ചൈൽഡ്ഹുഡിലാണ്. അതുകൊണ്ടാണ് ഇന്നർ ചൈൽഡ് ഹീലിംഗ് വളരെ ആവശ്യമായി വരുന്നത്. കാരണം ചൈൽഡ്ഹുഡിലെ ആ മെമ്മറീസിലൂടെയാണ് ഈ സ്വിച്ച് ഓപ്പറേറ്റ് ആവുന്നത്. ഓരോ ഇവന്റ്സ് ചില സമയം ഈ സ്വിച്ച് ഓപ്പറേറ്റ്. അതുകൊണ്ടാണ് സ്പിരിച്വൽ പാരന്റിങ് എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റ് തന്നെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. എന്നുവെച്ചാൽ ഒരു പാരന്റ്സ് വെൽ സ്പിരിച്വലി ആണ് ഇവോൾവ് ചെയ്ത പാരന്റ്സ് ആണെങ്കിൽ കുട്ടികളുടെ ട്രോമ, അതായത് സ്വിച്ച് ഓൺ ചെയ്യുന്നതിന്റെ ലെവൽ കുറയ്ക്കാൻ സാധിക്കും. എന്ന് വെച്ചാൽ അവരുടെ കർമ്മ ഇല്ലാതാക്കാൻ സാധിക്കുമെന്നല്ല, അതിനെ ട്രിഗർ ചെയ്യുന്ന ലെവൽസ് കുറയ്ക്കാൻ സാധിക്കും. കുറച്ചും കൂടിയൊക്കെ ഒരു റിലാക്സ്ഡ് ലെവലിൽ അത് പോകാൻ പറ്റും. പലപ്പോഴും പാരന്റ്സ് കോൺഷ്യസ് ആണെങ്കിൽ
കോൺഷ്യസ് പാരന്റിങ് ആണെങ്കിൽ. സോ അവിടെയാണ് നമ്മുടെ ഹോൾ ഹാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോൺഷ്യസ് പാരന്റിങ് എപ്പോഴും പോസിബിൾ ആവുന്നത് ഒരു ഹോൾ ഹാർട്ടിലാണ്. പല ആളുകളും കോൺഷ്യസ് പാരന്റിങ്ങിന്റെ തിയറീസ് പഠിക്കാറുണ്ട്. തിയറീസ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല പലപ്പോഴും. നമ്മുടെ ഹാർട്ട് നമുക്ക് വൂണ്ട് ഉണ്ടെങ്കിൽ, എസ്പെഷ്യലി നമ്മുടെ ഇന്നർ ചൈൽഡ് വൂണ്ടഡ് ആണ് എങ്കിൽ, നമുക്ക് ഒരിക്കലും ആ വൂണ്ട് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. സോ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു വൂണ്ടായിരിക്കും പലപ്പോഴും. കാരണം കാലക്രമേണ ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ പാസ് ഓൺ ചെയ്യുന്ന ഏറ്റവും രസകരമായ ഗിഫ്റ്റിൽ ഒന്നാണ് വൂണ്ട് എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ ഓരോരുത്തർക്കും ആർക്കും അറിയില്ല. നമ്മുടെ ഇവിടെ എന്താ പറയുക, സ്കൂളിൽ നമുക്ക് പഠിപ്പിക്കുന്ന എന്ത് പാഠങ്ങളാണ് പഠിപ്പിക്കുന്നത്? ഫിസിക്സ് പഠിക്കും, കെമിസ്ട്രി പഠിക്കും, ബയോളജി പഠിക്കും. പ്രേമിക്കാൻ പഠിപ്പിക്കുന്നില്ല സ്കൂളിൽ, ഉണ്ടോ? എങ്ങനെ നന്നായി പ്രേമിക്കാം എന്ന് സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല. എങ്ങനെ നന്നായി എന്താ പറയുക കല്യാണം കഴിച്ച് ജീവിക്കാം അത് സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല, ഉണ്ടോ? എങ്ങനെ ഒരു കുഞ്ഞിനെ വളർത്താം അത് സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല. സോ നമ്മളെല്ലാവരും ഒരു എക്സ്പെരിമെന്റിലാണ്. നമ്മൾ അങ്ങനെ ചെയ്തു നോക്കും, ഇങ്ങനെ ചെയ്തു നോക്കും. സോ നാച്ചുറലി തെറ്റുകുറ്റങ്ങൾ പറ്റും. പലപ്പോഴും നമുക്ക് കിട്ടിയിട്ടുള്ളത് കൊടുക്കുക, അല്ലെങ്കിൽ ചില സമയം നമുക്ക് കിട്ടിയിട്ടുള്ളത് കൊടുക്കാതിരിക്കുക. ഈ രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ചെയ്യാറുള്ളത്. ഇപ്പൊ എനിക്കൊക്കെ കുട്ടിക്കാലത്ത് എന്താ പറയുക, എന്റെയൊക്കെ ഒരു പാരന്റിങ് ലെവലിൽ എനിക്ക് പറ്റിയിട്ടുള്ള ഒരു രസകരമായ ഒരു അബദ്ധമാണ്. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് പലപ്പോഴും നമ്മുടെ പാരന്റ്സ് എന്താ പറയാ എല്ലാ കാര്യങ്ങളും ഫ്രീ ആയിട്ട് ചെയ്യാനുള്ളൊരു സാഹചര്യം അവർക്ക് ഉണ്ടാവില്ല. അപ്പം അതുപോലെ തന്നെ എന്താ പറയാ ടോയ്സ് ആവട്ടെ, പല കാര്യങ്ങളും ഇന്നത്തെ അത്ര അവൈലബിലിറ്റി ഇല്ല. സോ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം നമുക്ക് ഈസി ആയിട്ട് കിട്ടണമെന്നില്ല. സോ എന്ത് ചെയ്യും നമ്മൾ? നമ്മുടെ കുട്ടികൾക്ക് അവരെന്ത് വേണമെന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി വാങ്ങിച്ചു കൊടുക്കും. പക്ഷെ വാങ്ങിച്ചു കൊടുക്കുന്നത് നമ്മളുടെ വൂണ്ടഡ് ചൈൽഡ് ആണ് വാങ്ങിച്ചു കൊടുക്കുന്നതെങ്കിൽ തിരിച്ച് നമ്മളിലെ ആ വൂണ്ടഡ് ചൈൽഡ് തന്നെ വൂണ്ടാവും. ഫോർ എക്സാമ്പിൾ, എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ ഇന്നർ ചൈൽഡ് അറ്റൻഡ് ചെയ്യാൻ മുമ്പ് എൻ്റെ മോൻ വളരെ ചെറുതായിരിക്കുമ്പോൾ അവൻ എന്ത് ആവശ്യപ്പെട്ടാലും, അതെൻ്റെ കയ്യിൽ പൈസ ഉണ്ടോ ഇല്ലെന്നില്ല, കാരണം ഇപ്പോഴും ഒരു കാർഡ് കയ്യിലുള്ളതുകൊണ്ട് കാർഡ് എടുത്തിട്ട് ഒരച്ച് കളിക്കുകയാണ്. സോ എന്ത് ആവശ്യപ്പെട്ടാലും വാങ്ങിച്ചു കൊടുക്കും. ബട്ട് നമ്മൾ കുട്ടിക്കാലത്ത് അതിനെ ഏറ്റവും സൂക്ഷിച്ച് ഉപയോഗിക്കുന്നു, നമ്മൾ അതിന് വാല്യൂ കൊടുക്കുന്നു എന്നുള്ളത് ഇവർ കാണിക്കാതെ വരുമ്പം ഇമ്മീഡിയറ്റ്ലി നമ്മുടെ ഈ വൂണ്ടഡ് ഹാർട്ടിന് ദേഷ്യം വരും. അപ്പൊ നമ്മൾ തന്നെ മേടിച്ചു കൊടുക്കും, നമ്മൾ തന്നെ ചീത്ത പറയുന്ന ഒരു അവസ്ഥ ക്രിയേറ്റഡ് ആവും അവിടെ. സോ ലേറ്റർ ആണ് മനസ്സിലായത്, ആക്ച്വലി അവർക്ക് വാങ്ങിച്ചു കൊടുത്താലും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ചിലത് അവർക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം, ചിലത് മാറ്റാം. പക്ഷെ ഈ ഒരു വിവേകം വേണമെങ്കിൽ ഐ നീഡ് ടു ഹീൽ മൈസെൽഫ്. അതാണ് എന്നെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് അറ്റൻഡ് ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ച ഒരു ഘടകം എന്ന് പറയുന്നത്. ഞാൻ എന്നെ ഹീൽ ചെയ്തില്ല എങ്കിൽ, എന്റെ വൂണ്ടിൽ നിന്നുമാണ് ഞാൻ എപ്പോഴും ബിഹേവ് ചെയ്യുന്നതെങ്കിൽ, പലപ്പോഴും ആ വൂണ്ടിന് തിരിച്ചുള്ള ഫലവും വൂണ്ട് തന്നെ ആയിരിക്കും. ഓക്കെ, so come to deep heart. So because with a deep heart you feel so keenly the reaction of others to your action, you become very considerate towards others, you are naturally tender and kind. You live in your emotions, so you are familiar with all feelings that arise, whether desire or fear, longing or anxiety. പലപ്പോഴും നമ്മൾ ഇമോഷൻസിൽ അവെയർ ആയിരിക്കും. സോ ഒരു കാര്യം മനസ്സിലാക്കുക, ഇപ്പൊ നമ്മൾ ഇമോഷൻസിൽ അവെയർ അല്ല എങ്കിൽ നമുക്ക് പല ഇമോഷൻസും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന് നമ്മൾ പറയുന്നുണ്ട് എങ്കിൽ നമ്മുടെ ഡീപ്പ് ഹാർട്ട് എവിടെയോ അടഞ്ഞിരിക്കുകയാണ്. ഡീപ്പ് ഹാർട്ട് മാറി നിൽക്കുകയാണ്. ഡീപ്പ് ഹാർട്ട് ഓപ്പൺ ആണെങ്കിൽ നമുക്ക് നമ്മുടെ എല്ലാം വേർതിരിച്ച് നമുക്ക് മനസ്സിലാവും. ഓക്കെ, എനിക്കിപ്പോ സങ്കടമാണ്, എനിക്കിപ്പോ ദേഷ്യം വരുന്നു, എനിക്കിപ്പം ഇങ്ങനെ ഇറിറ്റേഷൻ വരുന്നു, എനിക്ക് സന്തോഷം വരുന്നു, ഞാൻ ചിരിക്കുന്നു, കളിക്കുന്നു, ഇതെല്ലാം നമുക്ക് അറിയാൻ പറ്റും. So your deep heart is easily moved by the beauty of flowers, the blessing of rain, the smile of a child, or the warmth of a friendly gesture. Seen in movies and stories of friends affect you strongly. നമ്മുടെ ഡീപ്പ് ഹാർട്ട് ആണെങ്കിൽ നമ്മൾ സിനിമയൊക്കെ കാണാൻ തിയേറ്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും അതിൽ ഇൻവോൾവ് ചെയ്തായിരിക്കും അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നമ്മൾ ആ ക്യാരക്ടറിലൂടെ കളിച്ച്, ചിരിക്കേണ്ടടുത്ത് ചിരിച്ച്, കരയേണ്ടടുത്ത് കരഞ്ഞ്, എല്ലാം നമുക്ക് ഭയങ്കരമായിട്ട് ഇന്റൻസ്ലി എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. പലപ്പോഴും ഡീപ്പ് ഹാർട്ട് ആക്ടിവേറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകളാണ് പാസ്റ്റ് ലൈഫിലൊക്കെ പോകുമ്പോൾ അവര് വളരെ ഈസിലി കത്താസിസിലൂടെ അവരുടെ ട്രോമയൊക്കെ വളരെ രസകരമായി ഇമോഷണലി അവർക്ക് റിലീസ് ചെയ്യാൻ സാധിക്കും. സോ ഡീപ്പ് ഹാർട്ട് വളരെ നമ്മുടെ ഒരു അനുഗ്രഹവുമാണ്. പക്ഷെ അത് ഓവറായാൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. The depth of your heart will make you emotionally honest. നമ്മൾ ഇമോഷണലി ഓണസ്റ്റ് ആയിരിക്കും. Emotional honesty is different from moral honesty. When a person will not say what is not true, he or she is
morally honest, but they may still be hiding their feelings or be unaware of them. പലപ്പോഴും നമ്മൾ ഈ ഡിപ്ലോമസിയുടെ പേരിൽ നമ്മൾ പലപ്പോഴും ഇമോഷണൽ ഓണസ്റ്റിയെ ഡിനേ ചെയ്യാറുണ്ട്. ഇമോഷണൽ ഓണസ്റ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്ര എന്താ പറയാ, ആ സിറ്റുവേഷനിൽ എന്താണോ ഉണ്ടാകുന്നത് അത് ഇമ്മീഡിയറ്റ്ലി നമ്മളിൽ ഉണ്ടാക്കുന്ന ഇമോഷൻസിനെ പറ്റി നമുക്ക് അവയർനെസ് ഉണ്ടാവും. മറ്റേത് ആ അവയർനെസ്സിനെ നമ്മൾ ഹൈഡ് ചെയ്യാണ് ചെയ്യുന്നത്, അതിനെ നമ്മൾ എസ്കേപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അതിനെ അംഗീകരിച്ചിട്ടുള്ള ഒരു അവസ്ഥയല്ല, അതിനെ നമ്മൾ ഡിനേ ചെയ്യുകയാണ്. സോ പലപ്പോഴും വൺ ഓഫ് ദി റീസൺ ഡീപ്പ് ഹാർട്ട് സഫർ ചെയ്തിട്ടുള്ളത് ഡിപ്ലോമാറ്റിക് വേൾഡിലാണ്. ഡിപ്ലോമസി ഇപ്പോഴും ഡിപ്ലോമസി പ്ലേ ചെയ്യേണ്ടി വരുമ്പോൾ ഡീപ്പ് ഹാർട്ട് പോകും. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഓണസ്റ്റി അതോടുകൂടി നഷ്ടപ്പെടും. നമ്മൾ ഒരിക്കലും ഒരു ഓണസ്റ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കില്ല. As an emotionally honest person, you know what you feel and you are able to express your feelings without distortion. Distortions illada namukku nammade feelings express cheyan sadhikkum. Feelings becomes your friend. Emotions are proof of the energy that moves within your heart. അങ്ങനെയുള്ള ഡീപ്പ് ഹാർട്ട് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് ഫീലിങ്സ് എപ്പോഴും ഒരു സുഹൃത്തിനെ പോലെ ഇരിക്കും. ആ വ്യക്തികൾ ഇങ്ങനെ ഫീലിങ്സിൽ നിന്നും ഫീലിംഗ് ലെയർ ഓപ്പൺ ആയിരിക്കും. ഒരു ഫീലിംഗ് ബീയിങ് ആയിരിക്കും, എപ്പോഴും ഫീലിങ്സിലായിരിക്കും ലൈഫ്. ഫീലിംഗ് ആഫ്റ്റർ ഫീലിംഗിലൂടെ ഇങ്ങനെ ജമ്പ് ചെയ്ത് നടക്കുകയായിരിക്കും എപ്പോഴും ലൈഫിനകത്ത്. വിത്ത് യുവർ ഡീപ്പ് ഹാർട്ട് യു ആർ നാച്ചുറൽ കൗൺസിലർ. ഡീപ്പ് ഹാർട്ടിന്റെ ഏറ്റവും പ്രത്യേകത, നമ്മൾ പ്രത്യേകിച്ച് സൈക്കോളജി പഠിക്കാനോ എന്താ പറയാ അതിൻ്റെതായ കോഴ്സസ്, ഒരുപാട് കോഴ്സസ് ഉണ്ടല്ലോ ഇന്ന്, ഇതൊന്നും പോയി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നാച്ചുറൽ കൗൺസിലർ ആയിരിക്കും. എന്ന് വെച്ചാൽ ആ നാച്ചുറൽ കൗൺസിലർ എല്ലാവർക്കും വളരെ ഈസിനെസ് നൽകും. ബിക്കോസ് ഓഫ് യുവർ സിമ്പത്തറ്റിക് നേച്ചർ എവറി വൺ ടോക്സ് ടു യു ആൻഡ് എക്സ്പ്രസസ് ദെയർ ഫ്രസ്ട്രേഷൻസ് ആൻഡ് വിക്ടറീസ്. നമുക്ക് അത്രയും നാച്ചുറലി അതിനെ മനസ്സിലാക്കാൻ സാധിക്കും, റിലേറ്റ് ചെയ്യാൻ സാധിക്കും. ആ റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് നമ്മൾ അതിനു വേണ്ടി അവരുടെ എല്ലാ കാര്യങ്ങളും കേൾക്കണമെന്ന് പോലും നിർബന്ധമില്ല. അവര് നിൽക്കുന്ന ലെയറും നമ്മൾ നിൽക്കുന്ന ലെയറിന്റെയും അടിയിലുള്ള ഈ ഒരു ഡീപ്പർ ഇന്റർ കണക്റ്റഡ്നെസ് സ്ട്രോങ് ആയിരിക്കും, ഇമോഷണൽ ഇന്റർ കണക്റ്റഡ്നെസ്. സോ അതിലൂടെ എല്ലാം നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ അവർ കള്ളം പറഞ്ഞാലും മനസ്സിലാവും, അവരെ പറ്റിച്ചാലും മനസ്സിലാവും. സോ ഇവിടെ ഡീപ്പ് ഹാർട്ട് ആയിട്ടുള്ളവരെ പൊതുവെ ബിട്രേ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. മറ്റൊരാൾക്ക് ബിട്രേ ചെയ്യാനോ അബാൻഡൻ ചെയ്യാനോ ഒന്നും സാധിക്കില്ല. കാരണം വെച്ചാൽ അബാൻഡൻ ചെയ്യാൻ ചിന്തിക്കുന്നതിന് മുമ്പേ ആ ഇമോഷൻ അവർ എത്തുമ്പോൾ തന്നെ ഡീപ്പ് ഹാർട്ട് ആയിട്ട് ഒരാൾക്ക് അത് മനസ്സിലാവും, ഓ ഈ വ്യക്തി ഇപ്പം. സോ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഡീപ്പ് ഹാർട്ട് ആയിട്ടുള്ള ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങളൊരു ഡീപ്പ് ഹാർട്ടാണെന്ന് വിചാരിക്കുക, കുട്ടിക്കാലത്ത് നിങ്ങൾ പറയാണ് ആ വ്യക്തിയെ വിശ്വസിക്കരുത് കേട്ടോ, ആ വ്യക്തി ചിലപ്പോൾ പറ്റിക്കും എന്ന് നിങ്ങൾ വീട്ടുകാരോട് പറയുമ്പോൾ വീട്ടുകാർ പറയും, ഓ അങ്ങനൊന്നും അല്ല, ആ വ്യക്തിയുടെ സ്വഭാവം നോക്കൂ, ഡിപ്ലോമസിയിൽ വളരെ എന്താ പറയുക 1ാം റാങ്ക് നേടിയിരിക്കുന്ന ഒരാളാണ്. സോ ആ വ്യക്തിയെ നോക്കൂ, ആ വ്യക്തി എല്ലാം പറയുന്നത് കറക്റ്റ് ആണ്. സോ അത് നിന്റെ തോന്നലാണ്, നിന്റെ എന്തോ ഒരു കുഴപ്പമാണ് എന്ന് ചിലപ്പോൾ വീട്ടുകാർ നിങ്ങളോട് പറഞ്ഞാൽ ആ സമയം നിങ്ങൾക്ക് ഹേർട്ട് ആവും. ബട്ട് സ്റ്റിൽ കുറെ കഴിയുമ്പോൾ കാലങ്ങൾക്ക് ശേഷം വീട്ടുകാർ തന്നെ പറയും, അല്ല നീ പറഞ്ഞത് ശരിയായിരുന്നു എന്ന് പറയുന്നത് നമ്മുടെ ഡീപ്പ് ഹാർട്ടിന്റെ പവർ കൊണ്ടാണത്. ക്യാൻ യു വൺസ് മോർ എക്സ്പ്ലെയിൻ ദി ഡിഫറൻസ് ബിറ്റ്വീൻ ഇമോഷണൽ ആൻഡ് മോറൽ ഓണസ്റ്റി? ഇമോഷണൽ ആൻഡ് മോറൽ ഓണസ്റ്റി. ഓക്കെ, ഇമോഷണൽ ഓണസ്റ്റി മീൻസ് എനിക്കിപ്പം ആങ്കർ വന്നു, എന്റെ ആങ്കറിനെ ഞാൻ പരിപൂർണമായി അറിഞ്ഞ് അക്സെപ്റ്റ് ചെയ്ത് അതിൽ നിന്ന് എടുക്കുന്ന ആക്ഷൻ എന്ന് പറയുന്നത്, എന്ന് വെച്ചാൽ പ്യോർലി അത് അക്സെപ്റ്റ് ചെയ്തിട്ട് ഓക്കെ എനിക്ക് ഇന്നതിൽ ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ അസ്വസ്ഥമായി എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്തെടുക്കുന്ന ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇമോഷണൽ ഓണസ്റ്റ് ആണ്. നമ്മുടെ ഉള്ളിലെ ഇമോഷനെ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഓണസ്റ്റിയാണ്. മറ്റേത് നമ്മുടെ ഉള്ളിൽ അത് വന്നിട്ട് നമ്മൾ അതിനെ ഹൈഡ് ചെയ്ത് നമ്മൾ പുറത്ത് യെസ് ഓക്കെ വെരി ഗുഡ് എന്ന് പറഞ്ഞ് നമ്മൾ കാണിക്കുന്നതാണ് ഒരു മോറലി നമ്മൾ കാണിക്കുന്നതാണ്. ആ ഒരു മൊറാലിറ്റി ആ ഒരു സിറ്റുവേഷന് വേണ്ടി പലപ്പോഴും നമ്മുടെ ഫീലിങ്സിനെ, നമ്മൾ ബാഡ് എന്ന് വിചാരിക്കുന്ന ഫീലിങ്സിനെ നമ്മൾ അംഗീകരിക്കാതെ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിനെയാണ് മോറൽ ഓണസ്റ്റി എന്ന് പറയുന്നത്. നമ്മുടെ ട്രൂ ഫീലിംഗ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പൊ എൻ്റെ അടുത്ത് വന്ന ഒരു ക്ലയന്റ് ഷെയർ ചെയ്തതാണ്, ആ വ്യക്തിക്ക് ആരെ കാണുമ്പോൾ ആ വ്യക്തിക്ക് ഇഷ്ടം തോന്നും, ആരെ കണ്ടാലും ഇഷ്ടം തോന്നും, ഭയങ്കരമായ ഒരു ഇഷ്ടം തോന്നും. ഈ ഡീപ്പ് ഹാർട്ടാണ്, ചിലരുമായിട്ട് ഈസിലി റെസൊനേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ എല്ലാവരും ഈ വ്യക്തിയെ തെറ്റിദ്ധരിക്കും. ഈ തെറ്റിദ്ധരിക്കുന്നവർ ആക്ച്വലി മോറൽ ഓണസ്റ്റ് ആയിട്ടുള്ളവരാണ്. മോറൽ ഓണസ്റ്റ് ആയിട്ടുള്ളവർ, നീ എന്തിനാ എല്ലാവരും നോക്കിച്ചിരിക്കുന്നത്, നിന്റെ മനസ്സിൽ എന്തോ മോശം ചിന്താഗതിയാണ് എന്ന് ആ വ്യക്തിയോട് എല്ലാവരും പറയും. പക്ഷെ ഈ വ്യക്തിക്ക് അത് കാണാൻ പറ്റുന്നത് ലവ് ലെയർ ഈസ് സോ ഈസി. സോ എല്ലാവരിലും കണക്ട് ചെയ്ത് കിടക്കുന്ന ആ സ്നേഹം ഇങ്ങനെ ഓപ്പൺ ആണ്. സോ അതുകൊണ്ട് കാണുന്നവരൊക്കെ ചിരിക്കും. പക്ഷെ ചിരിക്കുന്നത് അല്ലെങ്കിൽ ചിരി മേടിക്കുന്ന എല്ലാ ആളുകളുടെ ഉള്ളിലിരിപ്പും നല്ലതാവണമെന്നില്ല. ചിലര് തെറ്റിദ്ധരിക്കും.
അവര് ഈസിലി എന്തെങ്കിലും കാര്യത്തിൽ ഈസിലി വയബിൾ ആണെന്ന് വിചാരിക്കും. സോ ഇതെല്ലാം മോറൽ ഓണസ്റ്റ് ആയിട്ടുള്ള ആളുകളാണ് അങ്ങനെ ചിന്തിക്കുന്നത്. മാനിപ്പുലേറ്റേഴ്സ് ആണ്. ബട്ട് ഇമോഷണലി ഓണസ്റ്റ് ആയിട്ടുള്ളവർ അവർക്ക് അപ്പൊ തോന്നിയ ഫീലിംഗിൽ അങ്ങനെ, ഇറ്റ്സ് ലൈക്ക് എ ചൈൽഡ്, ആ ഫീലിംഗിൽ അങ്ങനെ പോകും. പക്ഷെ അഡൽട്ട് നേച്ചർ എന്ന് പറയുന്നത് ഈ ചൈൽഡിനെ അബ്യൂസ് ചെയ്യുന്ന ഒരു നേച്ചർ പലപ്പോഴും അഡൽട്സ് കാണിക്കാറുണ്ട്. കാരണം അവർ തെറ്റിദ്ധരിക്കും, ഇവരുടെ എക്സ്പ്രഷനെ തെറ്റിദ്ധരിക്കും. ഇപ്പൊ എന്താ പറയുക, ഒരു ചൈൽഡിനെ സംബന്ധിച്ച് നമ്മൾ എവിടെയെങ്കിലും ഒരിടത്ത് വീണു, ചൈൽഡ് ചിലപ്പോൾ ആദ്യം വരുന്ന ഇന്റൻസ് ഫീലിംഗ് ചിരിയായിരിക്കും, അല്ലെ? നമ്മളിപ്പോ സിനിമയിൽ കാണാറുണ്ട്, പഴത്തൊലി ചവിട്ടി ഒരാളെ വീണു, ചൈൽഡ് ചിരിക്കും. ചൈൽഡ് ചിരിക്കുന്നതിൽ ഒരു ഡസൻ മീൻ, അതല്ലെങ്കിൽ എന്താ പറയുക, ഒരു ക്രൂവൽറ്റിയോ അല്ലെങ്കിൽ അതിനോടൊരു കമ്പാഷൻ ഇല്ലായ്മ കൊണ്ടല്ല ചൈൽഡ് ചിരിക്കുന്നത്. അത് നാച്ചുറലി ഒരു ഇന്റൻസ് ഫീലിംഗ്, അതാണ് ചിരിക്കുന്നത്. പക്ഷെ ഇത് അഡൽട്ട് തെറ്റിദ്ധരിച്ച് പറയും, കണ്ട നിനക്ക് ആരോടും കൺസിഡറേഷൻ ഇല്ല, അല്ലെങ്കിൽ നിനക്ക് മറ്റുള്ളവരോട് സ്നേഹമില്ല. ഇതെല്ലാം പറയുമ്പം ഈ പറയുന്ന ചൈൽഡിന്റെ ആ ഒരു ഇമോഷണൽ ഓണസ്റ്റി പലപ്പോഴും മാറിപ്പോകും. ആ ഇമോഷണൽ ഓണസ്റ്റി വിട്ട് മോറൽ ഓണസ്റ്റി, അതായത് നമ്മളുടെ ഒരു മൊറാലിറ്റി ഉണ്ടല്ലോ, മൊറാലിറ്റി ഫിഗർ, നമ്മൾ ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്. ആക്ച്വലി എല്ലാവരും മാസ്റ്റേഴ്സ് ആയിട്ടുള്ള എല്ലാവരും, ഇൻക്ലൂഡിങ് ഓൾ മാസ്റ്റേഴ്സ്, ശങ്കരാചാര്യരായിക്കോട്ടെ, ഓഷോ വരെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡോക്ടർ ന്യൂട്ടൺ ആയിക്കോട്ടെ, പത്രിജി ആയിക്കോട്ടെ, ഇവര് ഏറ്റവും കൂടുതൽ ഹിറ്റ് ചെയ്യുകയും ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ മോറൽ ഓണസ്റ്റിയാണ്. എൻ്റെ ഒരു മാസ്റ്റർ ഉണ്ടായിരുന്നു, ആ മാസ്റ്റർ എപ്പോഴും എന്നോട് ഷെയർ ചെയ്യുന്ന ഒരു കാര്യമാണ്, യു മേക്ക് എ റൂൾ ആൻഡ് യു ബ്രേക്ക് ദാറ്റ് റൂൾ. നമ്മൾ ഓരോ റൂൾ മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അതിനെ ബ്രേക്ക് കൂടി ചെയ്യണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ബ്രേക്കിംഗ് ആണ് ഓൾ ദി മോറൽ റൂൾസ്. എന്ന് വെച്ചാൽ അത് നമ്മുടെ ഉള്ളിൽ ചെയ്യാനാണല്ലോ, അത് പുറത്തിറങ്ങി അതിനെ ചലഞ്ച് ചെയ്യാനോ അതിനെ ബ്രേക്ക് ചെയ്യാനോ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഉള്ളിൽ പലതിനെയും ബ്രേക്ക് ചെയ്ത് അതിന്റെ ട്രൂത്ത് ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം പലതും ട്രൂത്ത് ഫൈൻഡ് ചെയ്യാതെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അവർ ചെയ്തു, ഇവർ ചെയ്തു, മറ്റുള്ളവർ ചെയ്തു, ഇങ്ങനെ ട്രാവൽ ചെയ്യണം. അവിടെയാണ് മോറൽ ഓണസ്റ്റി ഇമോഷണൽ ഓണസ്റ്റി മാറുന്നത്. ഐ ഹോപ്പ് ഗായത്രി ഗോട്ട് ദി പോയിന്റ്. ഹലോ സർ. യെസ്. ഇമോഷണൽ ഓണസ്റ്റി നമ്മൾ എക്സ്പ്രസ് ചെയ്യേണ്ടതാണോ? ആരാണ് ചോദ്യം ചോദിക്കുന്നത്? ശാന്തിയാണ്. ആ ശാന്തി, ഇമോഷണൽ ഓണസ്റ്റി നമ്മൾ എപ്പോഴും എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല ഈ ലോകത്ത്. അതാ ഞാൻ ചോദിച്ചത്. എക്സ്പ്രസ് ചെയ്യാന്നുള്ളതല്ല, നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓണസ്റ്റി എന്ന് പറയുന്നത് നമ്മുടെ ഇന്നർ എക്സ്പ്രഷനാണ് ഈ ഓണസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. വാട്ട് യു ആർ എക്സ്പീരിയൻസിങ് ഇൻസൈഡ്. മനസ്സിലായില്ലേ? എനിക്കിപ്പോ ചില കാര്യങ്ങളിൽ അനിഷ്ടം ഉണ്ടാവാം, എല്ലാ അനിഷ്ടവും എല്ലായിടത്തും പ്രകടിപ്പിക്കാൻ പറ്റില്ലല്ലോ. ഇല്ല. പക്ഷെ അനിഷ്ടം ഉണ്ടായി എന്ന് ഞാൻ അത് അറിഞ്ഞിരിക്കണം. എനിക്ക് അനിഷ്ടമാണ്, മറിച്ച് ഞാൻ അതിനെ പറ്റിക്കുന്ന അവസ്ഥയാണ് ഓണസ്റ്റ് ഇല്ലായ്മ എന്ന് പറയുന്നത്. അല്ല, പക്ഷെ ഇപ്പൊ എനിക്ക് അനിഷ്ടമാണെന്ന് എനിക്ക് അറിയുന്നു, പക്ഷെ എനിക്കത് അനിഷ്ടമായിട്ട് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് എനിക്കൊരു സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യല്ലേ സർ? കാരണം നമുക്ക് അനിഷ്ടത്തിന്റെ ട്രിഗർ ഫാക്ടേഴ്സ് അറിയില്ലാത്തതുകൊണ്ടാണ്. എന്നിൽ ഈ അനിഷ്ടം നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. നമ്മൾ അതിന്റെ ഫർദർ നമ്മൾ അതിലേക്ക് ട്രാവൽ ചെയ്യാത്തതുകൊണ്ടാണ്. നമ്മൾ അനിഷ്ടം മനസ്സിലാക്കി, എന്താണ് അനിഷ്ടം, എന്താണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട്, ഇത് നമ്മൾ കൂടുതൽ മനസ്സിലാക്കും തോറും നമ്മളിലാണ് ഇത് ഡിസോൾവ് ആവുന്നത്. നമ്മൾ ഓണസ്റ്റ് ആവും. ചില കാര്യം എനിക്ക് ഇഷ്ടമല്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്റെ ബൗണ്ടറിയിലേക്ക് ഞാനിപ്പം എന്താ പറയുക, ഒരു സ്ഥലത്ത് നിൽക്കുകയാണെന്ന് വിചാരിക്കുക, എന്റെ അടുത്തേക്ക് ഒരാൾ കയറി വന്നാൽ, ഫിസിക്കലി ഞാൻ പറയുന്നത്, എന്റെ ഫിസിക്കൽ ബൗണ്ടറി വയലേറ്റ് ചെയ്ത് വരുമ്പോൾ എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് ദേഷ്യം വരുന്നു എന്ന് വിചാരിക്കുക. ഇമോഷണലി ഞാൻ ഓണസ്റ്റ് ആവുമ്പോൾ ഞാൻ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും? ഓക്കെ, എനിക്ക് ആങ്കർ ആണ്. ഇനി ഇമോഷണൽ ഓണസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഞാൻ ചാടിക്കയറി അയാളെ കയറി ഹഗ് ചെയ്യുന്നത് ഒരു മോറൽ ഓണസ്റ്റ് ആണ്. ഫോർ എക്സാമ്പിൾ ഞാൻ അമേരിക്കയിൽ അവരെ ഹഗ് ചെയ്യണം, അല്ലെ? അവരെ ഹഗ് ചെയ്യണം. പക്ഷെ അത് മോറൽ ഓണസ്റ്റിന്റെ അവിടുത്തെ മോറൽ ഓണസ്റ്റ് അതാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. അപ്പൊ ഞാൻ അതിനു വേണ്ടി അത് ചെയ്യുന്ന സമയം ഞാൻ ഇമോഷണലി ഓണസ്റ്റ് അല്ല. പക്ഷെ ഇമോഷണൽ ഓണസ്റ്റില് ആ സമയം ഞാൻ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് ഇതിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവും എന്റെ ഉള്ളിൽ ഇത് വയലേറ്റ് ചെയ്യുമ്പോൾ ഉള്ള പെയിൻ ഉണ്ടാവാം, എന്നെ എവിടെയോ അങ്ങനത്തെ വയലേഷനിൽ അബ്യൂസ് ചെയ്ത എക്സ്പീരിയൻസസ് ഉണ്ടാവാം എന്റെ. സോ ഇതിനൊക്കെയാണ് ഇത് ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത്, ഈ അനിഷ്ടം. സോ അനിഷ്ടത്തിന്റെ ട്രൂ റീസൺ, അറ്റ്ലീസ്റ്റ് ഇനി അപ്പോൾ എനിക്ക് ഇമോഷണൽ ഓണസ്റ്റ് കാണിക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും, മേ ബി ഒരു സ്പോണ്ടേനിയസ് സിറ്റുവേഷനിൽ സാധിച്ചില്ലെങ്കിൽ പോലും, ഞാനിതിനെ മനസ്സിലാക്കുകയാണെങ്കിൽ എന്റെ ഉള്ളിൽ എന്റെ ഉള്ളിൽ ഞാൻ ഇമോഷണലി ഓണസ്റ്റ് അല്ല എന്ന് മനസ്സിലാക്കിയാൽ നെക്സ്റ്റ് ടൈം മുതൽ അതിനുള്ള റീസൺ നമ്മുടെ മുമ്പിൽ ഓപ്പൺ ആവും. എന്ന് വെച്ചാൽ നമുക്ക് അതിനെ വർക്ക് ചെയ്ത് ഹീൽ ചെയ്യാൻ സാധിക്കും. അതിനെയാണ് ലൈഫ് ഈസ് എ മിറർ എന്ന് പറയുന്നത്. ലൈഫ് നമ്മുടെ മുമ്പിൽ മിറർ ചെയ്യും. നമ്മളിൽ എന്തൊക്കെ ആസ്പെക്ട്സ് നമ്മളിൽ ട്രിഗർഡ് ആണ്, എന്തൊക്കെ ആസ്പെക്ട്സ് നമുക്ക് ക്ലിയർ ചെയ്യാനുണ്ട്, എന്തിൽ നിന്നൊക്കെ നമുക്ക് വിസ്ഡം ലഭിക്കാനുണ്ട്, എന്തെല്ലാം ഗിഫ്റ്റ് നമ്മൾ ഡിനേ ചെയ്തിട്ടുണ്ട്. സോ സിറ്റുവേഷൻസ് ഉണ്ടാക്കുമ്പോൾ ഈ ഇമോഷൻസിലൂടെയാണ് നമ്മളിത് മനസ്സിലാക്കുന്നത്. ഓക്കെ.
So the deep emotions of separation and reunion are at the heart of your most profound experiences in life. നമ്മുടെ ഡീപ്പ് ഇമോഷൻസ് എപ്പോഴും ഈ സെപ്പറേഷൻസിന്റെയും റീയൂണിയൻ, സെപ്പറേഷൻ എന്ന് പറയുന്നത് ദി സെപ്പറേഷൻ ഫ്രം ദി സോഴ്സ്, സോഴ്സിൽ നിന്നുണ്ടായിരിക്കുന്ന ആ സെപ്പറേഷന്റെ ഒരു പെയിൻ എപ്പോഴും സോഴ്സിൽ നിന്ന് നമ്മൾ ഇപ്പോൾ മാറിയാണ് ഇവിടെ നിൽക്കുന്നത് എന്ന ആ അറിവ് നമ്മളിൽ എപ്പോഴും ഒരു പെയിൻ. ബിക്കോസ് ഇൻ ദിസ് സോഴ്സ് വി ആർ ഓൾ വൺ, ബട്ട് ഇൻ ദിസ് ഫിസിക്കൽ റെലം വി ആർ ഓൾ വൺ എന്ന് പറയാൻ പറ്റുമോ? വൺ എന്ന് നമുക്ക് വാക്കുകൊണ്ട് പറയാൻ പറ്റും. ഇപ്പം നിങ്ങളുടെ വീട്ടില് വൺ എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി വീട്ടിനകത്ത് കയറി വന്നിരുന്ന സമ്മതിക്കാൻ പറ്റുമോ? അല്ലേ? ഇല്ല, ഇല്ല. Because there is a separation. Why we take the separation? For our own learning. ഈ സെപ്പറേഷൻ ഒരു റീസൺ ഉണ്ട്. സോ ഞാൻ ഏറ്റവും രസകരമായിട്ട് യോഗ എന്ന് പറയുന്ന വേർഡിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കണ്ടിട്ടുള്ളത് തന്നെ, യോഗ എന്നുള്ളത്, യോഗയുടെ എല്ലാ പ്രോസസ്സിനും ഉള്ള പർപ്പസ് എന്ന് പറയുന്നത് ടു അണ്ടർസ്റ്റാൻഡ് ദി സെപ്പറേഷൻ. എന്നുവെച്ചാൽ നമ്മളെപ്പോഴും വിചാരിക്കുന്നത് നമ്മളെല്ലാവരും ഒന്നാണെന്നുള്ളതാണ്. അണ്ടർഗ്രൗണ്ടിൽ പലപ്പോഴും അതാണ്. നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ നമ്മളൊരു വീട്ടിൽ ചെന്നാൽ ചിലപ്പോൾ ആ വീട്ടിലെ അടുക്കളയിലോ ബാത്റൂമിലോ എവിടെ വേണമെങ്കിലും നമ്മൾ ഒരു അനുവാദം ഇല്ലാതെ ഓടിക്കയറും. സോ അപ്പൊ ആ വീട്ടിലുള്ള ആരെങ്കിലും നമ്മളെ ഹേർട്ട് ചെയ്യും, അല്ലെങ്കിൽ അവർ ചീത്ത പറയും. അപ്പൊ നമ്മൾ സെപ്പറേഷൻ ഫീൽ ചെയ്യും, വൂണ്ടുണ്ടാവും. ഓരോ സെപ്പറേഷനിലും ഓരോ ട്രോമ ഉണ്ടാവും. പക്ഷെ ആക്ച്വലി നമ്മൾ ബൗണ്ടറി പഠിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. വാട്ട് ഈസ് മൈ ബൗണ്ടറി ആൻഡ് വാട്ട് ഈസ് യുവർ ബൗണ്ടറി. ഈ ബൗണ്ടറി അറിഞ്ഞ് റെസ്പെക്ട് ചെയ്ത് ഇവോൾവ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. സോ വാട്ട് മോർ യു അണ്ടർസ്റ്റാൻഡ് ദി സെപ്പറേഷൻ, then only more you understand the union. More you understand the darkness, you understand the light. More you understand the lower consciousness, you understand your higher consciousness. അല്ലാതെ നേരെ ഹയർ കോൺഷ്യസ്നെസ്സിലേക്ക് ജമ്പ് ചെയ്യുന്നവർ എന്താ പറയാ, മൂക്കിടിച്ച് വീഴുക എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അങ്ങോട്ട് ഒരൊറ്റ ജമ്പ് ചെയ്യും, പക്ഷെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, താഴെ വീഴും. സോ മോർ യു അണ്ടർസ്റ്റാൻഡ് ദി ലോവർ, മോർ യു ക്യാൻ എലിവേറ്റ് ടു യുവർ ഹയർ. സോ അവിടെയാണ് ഡീപ്പ് ഇമോഷൻ, ഡീപ്പ് ഹാർട്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡീപ്ലി നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് വളരെ ആവശ്യമാണ്. അവിടെ സെപ്പറേഷൻസ് ഉണ്ട്, സെപ്പറേഷന്റെ പെയിൻ അവിടെ ഉണ്ട്. അറ്റ് ദി സെയിം ടൈം റീയൂണിയൻ ഉണ്ടാകുമ്പോൾ ഉള്ള ഹാപ്പിനെസ്സും അവിടെ ഉണ്ട്. റീയൂണിയൻസ്, ഓരോ റീയൂണിയൻ നമ്മുടെ സോളിന്റെ കണക്ഷൻസ് തന്നെ റീയൂണിയൻ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പം, മനസ്സിലാവുമ്പം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ഹാപ്പിനെസ് ഇമ്മൻസ് ആണ്. ബട്ട് അറ്റ് ദി സെയിം ടൈം അഗെയിൻ ദർ ഇസ് എ സെപ്പറേഷൻ. സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുകയാണ് നമ്മൾ ആസ് എ ഫാമിലി. എന്താ പറയുക, ഒരു ഹയർ ലെവലിൽ വി ആർ ഓൾ വൺ, ഒരേ സ്ഥലത്തായിരിക്കും, ഒരേ ഗ്രൂപ്പ് ആയിരിക്കും. പക്ഷെ ഇവിടെ വന്ന് പ്ലേ ചെയ്യുന്നത് രാമരാവണ യുദ്ധമായിരിക്കും, അല്ലെ? ചിലപ്പോൾ രാവണനും ഒരേ ഫാമിലി ഗ്രൂപ്പിലായിരിക്കും അവിടെ. സോ ഇവിടെ വരുമ്പോൾ ഈ യുദ്ധം ചെയ്യുന്ന സമയം, ദാറ്റ് പെയിൻ ആണ് ആക്ച്വലി അർജുനൻ എക്സ്പീരിയൻസ് ചെയ്ത പെയിൻ എന്ന് പറയുന്നത്. ബട്ട് കൃഷ്ണൻ പറഞ്ഞു കൊടുത്തതും അണ്ടർസ്റ്റാൻഡ് ദിസ് സെപ്പറേഷൻ, ഡു യുവർ ധർമ്മ ചെയ്യാനാണ്. അവിടെ ധർമ്മം അതാണ്. കാരണം അതാണ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രാമ, പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന സ്ക്രിപ്റ്റ് അതാണ്. ഇവിടെ വന്നിട്ട് ഓക്കെ അടിക്കുകയാണ്, എന്നാ പിന്നെ നന്നായിട്ട് അടിക്കുക, നന്നായിട്ട് ഫൈറ്റ് ചെയ്യുക. സോ ഇവിടെ നമ്മളുടെ ധർമ്മം ആക്ഷൻ ആണ്. ഇവിടെ എർത്ത് പ്ലാനിൽ നമ്മളുടെ ആക്ഷൻ ആണ് ധർമ്മം. Yes. So the challenge of the deep heart ന്റെ challenge ആണ് ഏറ്റവും രസകരമായ challenge എന്ന് പറയുന്നത്. With access to the hearts of all, it is difficult to separate your own feelings from the feelings of others. മറ്റുള്ളവരുടെ ഫീലിംഗിൽ നിന്നും നമ്മുടെ ഫീലിങ്ങിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് ഭയങ്കര പാടാണ്. ഇപ്പൊ ഞാനൊരു ഡീപ്പ് ഹാർട്ടിൽ ഭയങ്കര വെൽ ഡെവലപ്ഡ് ആയിട്ട്, എന്താ പറയുക, കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന സമയം ഞാനൊരു ഗ്രൂപ്പിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ആ ഗ്രൂപ്പിലുള്ള ആളുകൾ, ഫോർ എക്സാമ്പിൾ ആ ഗ്രൂപ്പിൽ ഇരിക്കുന്ന ആളുകൾ എല്ലാവരും ഒരു സോർട്ട് ഓഫ് ഒരു എന്താ പറയാ ഡിസോണസ്റ്റ് ആയിട്ടുള്ള ഒരു നേച്ചറിൽ ഇരിക്കാന്നിരിക്കുക. ഈ ഡിസോണസ്റ്റ് ആണ് എന്നുള്ളത് ഇമ്മീഡിയറ്റ്ലി മനസ്സിലാവും. ഈ ഇമ്മീഡിയറ്റ്ലി മനസ്സിലാവുന്നത് തന്നെ അസ്വസ്ഥത ഉണ്ടാവും. പക്ഷെ പുറമെ ഭയങ്കര ഓണസ്റ്റിയിലാണ് ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പുറമെ ഭയങ്കര സ്നേഹം, ഭയങ്കര കംഫർട്ട്, പുറമെ ഭയങ്കര ലവ് ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ട് കാണിക്കുന്നത്. ഓ ഇത് എന്റെ മച്ചാണെന്ന് പറഞ്ഞ് തോളത്തെ കൈയിട്ട് ആളുകൾ കാണിക്കുമ്പോൾ നമ്മൾ ഇതിന്റെ ഇടയിൽ നിൽക്കുന്ന സമയം ഡീപ്പ് ഹാർട്ടുള്ള ഒരാൾക്ക് ഇത് മനസ്സിലാവും, ഇതൊന്നും അല്ലല്ലോ സത്യം, ഇതല്ല സത്യം. ഭയങ്കര അസ്വസ്ഥതയാണ്. കാരണം നമുക്ക് ആ ഫീലിങ്സ് മുഴുവൻ നമ്മളിലേക്ക് എൻട്രി ചെയ്യും. ഈ ഫീലിങ്സ് മുഴുവൻ നമുക്ക് ഇങ്ങനെ നമ്മളൊരു പൂളിനകത്ത് എൻട്രി ചെയ്യുന്ന പോലെയാണ്. ഇൻ റിയാലിറ്റി ദർ ഇസ് നോ സെപ്പറേഷൻ. റിയാലിറ്റിയിൽ ആക്ച്വലി ആ സെപ്പറേഷൻസ് ഇല്ല. പക്ഷെ നമ്മൾ ഈ ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതോടുമാണ് നമ്മൾ ഒരു ചെറിയ സെപ്പറേഷനിലൂടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ബട്ട് പീപ്പിൾ ഹു ആർ ഇൻ ഡീപ്പ് ക്യാൻ ഇമാജിൻ ദേ ആർ ഇമോഷണലി ഇൻഡിപെൻഡന്റ് ഓഫ് അതർ.
പലപ്പോഴും നമ്മളെല്ലാവരും വിചാരിക്കും, അയ്യോ എൻ്റെ അടുത്ത് വന്ന ഒരു ക്ലയന്റ് ഒരിക്കൽ പറഞ്ഞാണ്, എൻ്റെ എന്താ പറയുക, എൻ്റെ എക്സ്പീരിയൻസ് ഒന്നും ആരോടും ഷെയർ ചെയ്യാൻ പോലും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്ര ഞാൻ ഇൻഡിപെൻഡന്റ് ആണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ട്, എനിക്ക് ആരെ വേണമെങ്കിലും പറ്റിക്കാം, കള്ളം പറയാം. തെറ്റായ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. നമുക്ക് കള്ളം പറഞ്ഞാൽ മറ്റൊരാൾ ഈസി ആയിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും. റീസൺ, നമ്മൾ ഇൻഡിപെൻഡന്റ് അല്ല. ഡീപ്പ് ഹാർട്ടിനെ സംബന്ധിച്ച് നമ്മൾ ഇമോഷണലി വെൽ കണക്റ്റഡ് ആണ്. They don't notice what others feel, they feel also. But you, with your deep heart, can catch the feeling of another person in a glance. പെട്ടെന്ന് അവരുടെ ഇത് കണക്ട് ചെയ്യാൻ പറ്റും. എനിക്ക് ഒരുപാട് എന്താ പറയുക, ഹീലിംഗ് ഈ രംഗത്ത് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ് എന്നിലെ ഡീപ്പ് ഹാർട്ട്. ചില ആളുകൾ വീടിന്റെ പടി കയറി വരുന്ന സമയം തന്നെ അവരുടെ ഇഷ്യൂ എന്താണോ അത് സ്പോണ്ടേനിയസ്ലി അതെനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. സോ പിന്നീടുള്ള എല്ലാ എഫേർട്ടും പല സമയം ഇത് അവർ റിയലൈസ് ചെയ്യുക എന്നുള്ളതിലായിരിക്കും. പക്ഷെ രസം എന്ന് വെച്ചാൽ പലപ്പോഴും അത് അവർ കണക്റ്റഡ് അല്ലാത്തപ്പോൾ അവരതിൽ റിയലൈസ് ചെയ്യണമെന്നില്ല. സോ പലപ്പോഴും പലതും നേരിട്ട് പറയില്ല. ആദ്യകാലത്ത് ഞാൻ നേരിട്ട് മുഖത്ത് നോക്കി ഇത് പറയുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു ഹീലിംഗിലൊക്കെ വരുന്നതിന് മുമ്പ്. ദിസ് ഈസ് യുവർ ഫീലിംഗ് എന്ന് പറയും. ബട്ട് അവർ ആ ഫീലിംഗിലില്ല. അവർ ആ ഫീലിംഗിന് വേറെ ഏതോ തലത്തിൽ നിൽക്കുകയാണ്. സോ ഞാൻ പറയുന്ന ഫീലിംഗ് അവർക്ക് മനസ്സിലാവില്ല. ബട്ട് ലേറ്റർ, മേ ബി ഇറ്റ് ടേക്സ് 5 years or 7 years, they realize that okay, this is my feeling. പക്ഷെ അപ്പോഴത്തേക്ക് നമ്മളെ സംബന്ധിച്ച് നമ്മൾക്ക് ഒരുപാട് വൂൺസ് ആ സമയത്തുണ്ടാവും. നമ്മൾ എല്ലാം വിളിച്ചു പറയുന്നത്, നേരത്തെ ശാന്തി ചോദിച്ച പോലെ എല്ലാം എക്സ്പ്രസ് ചെയ്യാന്ന് പറയുന്നത് നടക്കില്ല. നമ്മൾ ഡീപ്ലി മനസ്സിലാക്കുന്ന എല്ലാം എക്സ്പ്രസ് ചെയ്യാന്നുള്ളത് അർത്ഥമില്ല. ഇപ്പൊ തന്നെ നമ്മുടെ ചുറ്റും നിൽക്കുന്നതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടാവും ഡീപ്പ് ഹാർട്ടിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ. ബട്ട് അതെല്ലാം എക്സ്പ്രസ് ചെയ്യുക എന്നുള്ള ഇതില്ല, അത് നമ്മൾ അറിഞ്ഞിരിക്കുക. With a deep heart, the awareness of the network that connects all heart is so strong. So you are personally offended when someone acts in a way that harms others. ഒരാൾ മറ്റൊരാളെ ഹാം ചെയ്യുന്നത് പോലും നമുക്ക് ഭയങ്കര ഒഫൻഡിങ് ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷേ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു ചോദ്യം ഉണ്ടാവും, ഇതെന്താണ്, ഇതെങ്ങനെ സാധിക്കുന്നു ഇവർക്ക്? ഒരാളെ വേദനിപ്പിക്കാൻ അറിഞ്ഞുകൊണ്ട് റാഗിങ്, ഇപ്പൊ നമ്മുടെ നാടുകളിലൊക്കെ സംഭവിച്ചുകൊണ്ടിരുന്ന ഒരു കാലമാണ് റാഗിങ് എന്ന് പറയുന്നത്. ഈ റാഗിങ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. ബിക്കോസ് ഒരു ഡീപ്പ് ഹാർട്ടുള്ള ഒരാൾക്ക് ഒരാളെ റാഗ് ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. നമ്മൾ അസ്വസ്ഥവും അതിനകത്ത്. യു ഫീൽ ദി പ്രോബ്ലം ഓഫ് അതേഴ്സ് ആസ് യുവർ ഓൺ. സോ യു ടേക്ക് ഓൺ ദി സ്ട്രഗിൾ ഓഫ് അതേഴ്സ്. ചില സമയം നമ്മൾ ഇതില് കണക്റ്റഡ് ആയി കിടക്കുമ്പം നമുക്ക് പലതിൽ ആവശ്യമില്ലാതെ ഇന്റർഫിയർ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അനാവശ്യമായി ഇന്റർഫിയർ ചെയ്യും. ഏറ്റവും രസകരമായി ഞാൻ എനിക്ക് സിനിമയിലാണോ നേരിട്ടാണോ എന്ന് ഓർമ്മയില്ല, കണ്ടിട്ടുള്ള ഒരു സീനാണ്. രണ്ടുപേര് തമ്മിൽ അടി കൂടുമ്പോൾ മൂന്നാമതൊരാൾ ഈ അടിയിലെ ഇടയിലേക്ക് എൻ്റർ ചെയ്യുന്ന ഒരു ഡീപ്പ് ഹാർട്ട് ആയിരിക്കും. പലപ്പോഴും ഡീപ്പ് ഹാർട്ട് എൻ്റർ ചെയ്ത് ഇതിനെ കോംപ്രമൈസ് ചെയ്യാൻ നോക്കും. അവസാനം എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ ഈ രണ്ടുപേരും കൂടി ചേർന്ന് ഈ വ്യക്തി എടുത്തിട്ട് ഇടിക്കും. എന്നുവെച്ചാൽ കോംപ്രമൈസ് ചെയ്യാൻ ഇറങ്ങിയ ആൾ ഇടി വാങ്ങിക്കേണ്ട അവസ്ഥ വരും. ഇത് പലയിടത്ത് എനിക്ക് തോന്നുന്നു കോളേജിൽ കണ്ടിട്ടുണ്ടോ, എനിക്ക് എവിടെയൊക്കെയോ ഇങ്ങനത്തെ സീൻസ് കണ്ടത് ഇങ്ങനെ മനസ്സിൽ കൂടി കയറി വരുന്നു ഈ സമയത്ത്. സോ ഡീപ്പ് ഹാർട്ട് നല്ലതാണ്, പക്ഷെ അതിനെപ്പറ്റി നമ്മൾ അവെയർ ആയിരിക്കുകയും നമ്മളത് മനസ്സിലാക്കി നമ്മളാണ് അതിനെ ഹീൽ ചെയ്യേണ്ടത്. യുവർ ഡീപ്പ് ഹാർട്ട് ഈസ് സിംപത്തറ്റിക് ടു ദി പെയിൻ. ഇതാണ് അടുത്ത ഒരു ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആസ്പെക്ട്. കൺഫ്യൂഷൻ ആൻഡ് ഫ്രസ്ട്രേഷൻ വിത്തിൻ ദി ഹാർട്ട് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ ഹാർട്ടിലെ കൺഫ്യൂഷൻസ്, പെയിൻ, ഫ്രസ്ട്രേഷൻ എല്ലാ കാര്യത്തെ പറ്റി അവെയർ ആയിരിക്കും. That can cause them to lash out, and in this sympathy you may even allow them to hurt you. This is inconceivable to those without depth, but in the depth of your heart you already feel the pain of your tormentors intensely. So the added pain of abuse is not an intolerable increase and gives a dramatic confirmation of what you feel. പല ഡീപ്പ് ഹാർട്ടുള്ള ആളുകൾ സഫർ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അവര് അബ്യൂസിൽ നിന്ന് മേടിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞ, ഇപ്പൊ അച്ഛനും അമ്മയും വീട്ടിൽ വഴക്കുണ്ടാക്കുക എന്ന് വിചാരിക്കുക. ഒരു ഫാമിലി സിറ്റുവേഷനിൽ ഒരു ഡീപ്പ് ഹാർട്ട് ആയിട്ടുള്ളൊരു മകളോ മകനോ ആണ് നിങ്ങളെന്ന് വിചാരിക്കുക. നിങ്ങളവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യും, രണ്ടുപേരുടെയും ഫ്രസ്ട്രേഷൻസ് ഫീൽ ചെയ്യും, രണ്ടുപേരുടെ ഉള്ളിൽ കിടക്കുന്ന എല്ലാം മനസ്സിലാവും. ഈ സമയം നമ്മുടെ ഉള്ളിൽ ഇതെല്ലാം അവരുടെ ഫീലിങ്സ് ഒക്കെ മനസ്സിലാവും. സോ വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദി ഓൺലി വേ ഈസ് they need to let go, they need to release their pain, release their anger. If anger aanengil anger release cheyidal they are free. Then only existing is love, and we want our parents to be in love. As a child eppozhum nammada avashyam adana, right? So nammal endu cheyunu vechunna nammal avade endengilum oru kuruthakked kanikkum.
ഏതെങ്കിലും ഒരു സാധനം എടുത്തിട്ട് പൊട്ടിക്കും. ഏതെങ്കിലും രീതിയിൽ ഇവരുടെ അറ്റൻഷൻ നമ്മുടെ നേരെ നമ്മളെ തല്ലുന്ന രീതിയിലേക്ക് അറ്റൻഷൻ കൊണ്ടുവരും. എന്നിട്ട് നിന്ന് അടി മേടിക്കും. അവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ ബോഡിയെ എന്താ പറയുക ഒരു പഞ്ചിങ് ബോക്സ് എന്താ പറയുക ഒരു പഞ്ചിങ് ബാഗ് ആയിട്ട് വിട്ടുകൊടുക്കും. പക്ഷെ അടി കിട്ടുമ്പോൾ നമുക്കും ട്രോമ ഉണ്ടാവും. ഡീപ്പ് ഹാർട്ടിന്റെ ആണെന്ന് അറിയില്ലെങ്കിൽ ട്രോമ ഉണ്ടാവും. ഡീപ്പ് ഹാർട്ട് കൊണ്ടാണ് നമ്മൾ ഇത് ബിഹേവ് ചെയ്യുന്ന അറിയുന്നില്ലെങ്കിൽ ഒരുപാട് ട്രോമ ഉണ്ടാവും കുട്ടിക്കാലത്ത്. ഇങ്ങനത്തെ ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുള്ളതാണ് എൻ്റെ ലൈഫിനകത്ത് നിന്ന് അടി മേടിച്ചിട്ടുള്ളത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവരുടെ ഇടയിലുള്ള ഇഷ്യൂവിൽ നിന്നും ഉണ്ടാകുന്ന പെയിൻ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടിയ തല്ല് അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ അബ്യൂസൽ നമ്മൾ കേൾക്കേണ്ടി വന്ന വാക്കുകൾ നിസ്സാരമാണ് ഡീപ്പ് ഹാർട്ടിന്. പക്ഷെ നമ്മൾ ഡീപ്പ് ഹാർട്ട് മാത്രമല്ല മറ്റു പല ഹാർട്ട് സ്പേസ് ഉള്ളപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം വൂണ്ടഡാവും. അപ്പൊ നമ്മൾ പറയും എന്നെ കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛനും അമ്മയും എന്നെ ഒരുപാട് ഉപദ്രവിച്ചു, പക്ഷേ നമ്മൾ നിന്ന് മേടിച്ചതാണെന്ന് നമ്മൾ പോലും മറന്നു പോകുന്ന അവസ്ഥ. ഇതാണ് ഡീപ്പ് ഹാർട്ടിന് സ്വയം സിമ്പത്തറ്റിക് ആവേണ്ടി വരുന്ന ഒരു അവസ്ഥ ഇവിടെയാണ്. എന്നുവെച്ചാൽ നമ്മൾ തന്നെ ആ സിറ്റുവേഷനിൽ പലപ്പോഴും അതാണ് ഒരു വേ ഓഫ് എൻടാങ്കിൾമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ അച്ഛന്റെ പെയിനിലേക്ക് മകനോ മകളോ എൻട്രി ചെയ്ത് ആ പെയിനെ ഏറ്റെടുത്ത് ആ പെയിൻ സ്വയം സഫർ ചെയ്യുക, ഇതെല്ലാം ഡീപ്പ് ഹാർട്ടിന്റെ ചില മെത്തേഡ്സ് ആണ്. ഒരുപാട് രീതിയിൽ ഡീപ്പ് ഹാർട്ടിന് എപ്പോഴും വേണ്ടത് എല്ലാവരും ഇമോഷണലി വെൽ കണക്റ്റഡ് ആയിരിക്കുക, എല്ലാവരും പരസ്പരം ഗുഡ് ആയിരിക്കുക. ഇത് ഡീപ്പ് ഹാർട്ട് എപ്പോഴും അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പലപ്പോഴും പല കുട്ടികളും ചൈൽഡ്ഹുഡിൽ ഈ ഡീപ്പ് ഹാർട്ടിൽ നിൽക്കുകയും അത് എസ്പെഷ്യലി അബ്യൂസീവ് റിലേഷൻഷിപ്സ് നടക്കുന്ന ഫാമിലി ആണെങ്കിൽ ഏറ്റവും കൂടുതൽ അബ്യൂസിൽ വാങ്ങിച്ചിട്ടുള്ളത് ആ ഡീപ്പ് ഹാർട്ട് ആയിരിക്കും. എസ്പെഷ്യലി ഇവരുടെ അറ്റൻഷൻ മാറുക. ഫോർ എക്സാമ്പിൾ, ഇനി വേറൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ വഴക്ക് നടക്കുമ്പോൾ നിങ്ങൾക്കൊരു പനി വന്നു, നിങ്ങൾക്കൊരു അസുഖം വന്നു, നിങ്ങളുടെ ഡിസീസിൽ വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഇവർ വഴക്കൊക്കെ വിട്ട് നിങ്ങളെ നോക്കും. ആ സമയം ഒരു വഴക്കടിക്കുന്നില്ല എങ്കിൽ ഡീപ്പ് ഹാർട്ടായിട്ടുള്ള ആളുകൾ എപ്പോഴും അസുഖത്തിലായിരിക്കും. ഇവർ വൺ ആഫ്റ്റർ ദി അനദർ ഡിസീസിലേക്ക് പോയി പിക്ക് ചെയ്യും. എവിടെയൊക്കെ ഡിസീസ് ഉണ്ട്, എവിടെയൊക്കെ ആക്സിഡന്റ് ഉണ്ട്, ഇതിലേക്കൊക്കെ പ്രോൺ ആയിക്കൊണ്ടേയിരിക്കും. പക്ഷെ ആ സമയം നമ്മൾ അതിനെ മനസ്സിലാക്കുകയും നമുക്ക് അതിനെ പിടികിട്ടാൻ സാധിച്ചാൽ, ആസ് എ പാരന്റ് ആയിട്ട് നിൽക്കുമ്പോഴോ നമ്മൾ ഈ ഒരു അറിവുള്ള സമയത്ത് നമുക്ക് സാധിച്ചാൽ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാൻ സാധിക്കും അവരോട്, വാട്ട് യു ആർ എക്സ്പീരിയൻസിങ്, ആൻഡ് ദേ ആർ എക്സ്പീരിയൻസിങ് അവർ പെയിൻ. ദി മൊമെന്റ് വി ഹീൽ അവർ പെയിൻ, ദേ ആർ ഓൾസോ ഹീൽഡ്. ഇത് പല സിറ്റുവേഷനിലും പല സമയങ്ങളിലും കുട്ടികൾ ഒരുപാട് ആക്സിഡൻസ് അല്ലെങ്കിൽ കുട്ടികൾ ഒരുപാട് ഡിസീസ് വരുത്തുന്ന പല സ്ഥലത്തും ഞാനിത് ഈ ഒരു ടോപ്പിക്കിൽ ചോദിച്ചിട്ടുള്ളതാണ് പാരന്റ്സിന്റെ അടുത്ത്. ഈ കുഞ്ഞിന് അസുഖം വരുന്നതിന് മുമ്പ് നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ്? ഞങ്ങൾ തമ്മിൽ നല്ല വഴക്കാണ്. കുഞ്ഞിന് അസുഖം വരുമ്പോൾ അപ്പം ഞങ്ങൾ ഒരുമിച്ച് നിന്ന് അവനെ കെയർ ചെയ്യും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സോ ഇനി ചെയ്യേണ്ട ഒരു കാര്യം, അല്ലാത്തപ്പോഴും കൂടി നിങ്ങൾ വഴക്കില്ലാതിരിക്കുക ഇൻ ദ സെൻസ് അത് ഉദ്ദേശിക്കുന്ന ഔട്ട്സൈഡ് ലെയർ അല്ല, ബിക്കോസ് ദാറ്റ് ചൈൽഡ് ഈസ് ടേക്കിംഗ് ദി ഇന്നർ പെയിൻസ് ആണ് ആ ചൈൽഡ് ടേക്ക് ചെയ്യുന്നത്. ഫാമിലി കോൺസ്റ്റലേഷൻ എന്ന വർക്ക് ഞാൻ ചെയ്യുന്ന സമയത്താണ് ഇതിന്റെ ഡെപ്ത് ഞാൻ ഒരിക്കൽ കാണുന്നത്. എന്റെ മുമ്പിൽ ഒരു കുഞ്ഞിനെയും കൊണ്ടൊരു അമ്മ വന്ന സമയത്ത് ആ കുഞ്ഞിന്റെ ഇഷ്യൂ എന്ന് പറയുന്നത് കിടക്കേ കിടന്ന് ആ കുഞ്ഞ് മൂത്രമൊഴിക്കും. ഓൾമോസ്റ്റ് ആ കുഞ്ഞിനൊരു 10 വയസ്സുണ്ട്. 10 വയസ്സിൽ ഇത് ചെയ്യുന്നുണ്ട്. സോ ഞാൻ അതിന് ഒരു ഫിഗറൈൻസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു മെത്തേഡാണ് ഫാമിലി കോൺസ്റ്റലേഷൻ. ഈ വർക്കിലെ ഫിഗറൈൻസ് ഒക്കെ വെക്കുന്ന സമയത്ത് ഈ കുഞ്ഞ് പിക്ക് ചെയ്ത ഒരാളെ പിക്ക് ചെയ്തിട്ട് പറയുന്നു റീസൺസ്. നമ്മൾ ഇതിനെ വർക്ക് ചെയ്യുമ്പോൾ റീസൺസിൽ ആ വ്യക്തി പറയുന്നു, ഈ വ്യക്തി എന്റെ അച്ഛന്റെ ബ്രദർ ആണെന്നാണ് പറയുന്നത്. അച്ഛന്റെ ബ്രദറാണ്. ഇത് കുറെ കൂടി ഞാൻ ഡീപ്പർ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് പറയുന്നത്. സോ ശ്രദ്ധിച്ച് കേൾക്കുക. അച്ഛന്റെ ബ്രദറാണ്. ഓക്കെ, അച്ഛന്റെ ബ്രദറാണ്. ഈ മോനോട് ഞാൻ ചോദിക്കുന്നുണ്ട്, മോൻ എന്താവാനാണ് ഇഷ്ടം? അപ്പൊ ആ മോൻ പറയുന്നത് എനിക്ക് മിലിറ്ററി ആവാനാണ് ഇഷ്ടം. ഞാൻ അങ്ങനെയാണ് ഈ വർക്കിലേക്ക് എത്തുന്നത്. വർക്കിലെത്തുമ്പോൾ അച്ഛന്റെ ബ്രദറാണ്, അച്ഛന്റെ ബ്രദറിനും മിലിറ്ററിയാണ്, മിലിറ്ററിയിൽ നിന്നും റിട്ടയർ ആയ ഒരാളാണ്. ഓക്കെ, സോ ഇത് മനസ്സിലാക്കി അതിന്റെ എല്ലാം റിലീസ് ചെയ്ത് ഈ കുഞ്ഞിന്റെ ശരിക്കും പറഞ്ഞാൽ ഈ കുഞ്ഞിന്റെ ബെഡിൽ കിടന്ന മൂത്രമൊഴിക്കുന്നത് മാറുകയും ചെയ്തു. സോ ഈ സമയം ആസ് എ തെറാപ്പിസ്റ്റ് എന്റെ ഒരു കീൻ ഇൻട്രസ്റ്റ് കാരണം എനിക്കൊരു അബദ്ധം പറ്റിയതിനകത്ത് രസകരമായിട്ട് ചില സമയം ഫെയിലിയർ എന്ന് പറയുന്ന പോലെയാണ്. ഞാൻ ഈ കുഞ്ഞിന്റെ അച്ഛനും അമ്മയും വന്ന് ചോദിക്കും, എന്താണ് കുഞ്ഞിന് മാറിയല്ലോ, എന്തുകൊണ്ട് മാറി എന്നുള്ളതിന് പൊതുവെ ഉത്തരം കൊടുക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് അന്നാണ് മനസ്സിലായത്. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് മാറിയെന്ന് വെച്ചപ്പോൾ ഐ വിൽ എക്സ്പ്ലെയിൻ. ഓക്കെ, എന്തുകൊണ്ട് മാറി. സോ ഈ സമയം ഈ ചേട്ടനെ പറ്റി പറയുമ്പോൾ ആ വ്യക്തി പറയുന്നത്, എനിക്ക് ചേട്ടനില്ല, എനിക്കൊരു അനിയനേ ഉള്ളൂ. ഞാൻ ചോദിച്ചു, മിലിറ്ററിയിലുള്ള ഏതെങ്കിലും ചേട്ടനുണ്ടോ? അപ്പൊ ആ വ്യക്തി പറഞ്ഞു, എനിക്കൊരു കസിൻ ബ്രദർ ഉണ്ട്. ഞാൻ ചോദിച്ചു, എങ്ങനെയായിരുന്നു നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ? നല്ല റിലേഷൻഷിപ്പ് ആയിരുന്നു. പക്ഷേ ഞാൻ ചോദിച്ചു, പുള്ളി ജീവനോടുണ്ടോ? പുള്ളി ഇല്ല, മരിച്ചുപോയി. മരിച്ച സമയത്ത് നിങ്ങൾ പോയിരുന്നോ? ഇല്ല. ചോദിച്ചു, എന്തായിരുന്നു കാര്യം? മരിക്കുന്നതിന് മുമ്പ് ആ വ്യക്തിക്ക് ഒരുതരം മെന്റൽ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഈ മെന്റൽ ഇഷ്യൂവിനോട്
ഈ വ്യക്തിയുടെ വൈഫ്, അതായത് ആ കുഞ്ഞിന്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. ആ ഇഷ്ടമല്ലാത്തതുകൊണ്ട് മാത്രം ആ വ്യക്തി മരിക്കുന്ന സമയം പോലും പോയില്ല. ആൻഡ് ഈ വ്യക്തിയുടെ ഉള്ളിൽ ഡീപ്പ് പെയിൻ ഉണ്ട്. ഞാൻ എൻ്റെ കസിനിന്റെ അടുത്ത് പോയില്ല, എനിക്ക് ഏറ്റവും കസിൻ എന്നാണെങ്കിലും സ്വന്തം ബ്രദറെ പോലെ കാണുന്നത്, ഞാൻ എൻ്റെ ബ്രദറിനെ പോയില്ല. സോ ഈ പെയിൻ, ഈ അച്ഛൻ ഹോൾഡ് ചെയ്യുന്ന ഈ പെയിൻ ആണ് ഈ പയ്യൻ പിക്ക് ചെയ്യുന്നത്, ഈ ഒരു കുഞ്ഞ് പിക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇത് അച്ഛനും അമ്മയും ഇതിനെ എന്താ പറയുക, എന്റെ കഷ്ടകാലത്തിന് ഞാൻ ഷെയർ ചെയ്തുകൊണ്ടാവും അവരിതിനെ അതിശക്തമായിട്ട് ആ എനർജി അങ്ങ് ഡിനേ ചെയ്തു. ഇൻട്രസ്റ്റിംഗ്ലി ആഫ്റ്റർ 1 വീക്ക് ഈ കുഞ്ഞ് വീണ്ടും ബെഡിൽ തന്നെ മൂത്രമൊഴിച്ച് സ്റ്റാർട്ട് ചെയ്തു. സോ ആ ഒരു കേസിൽ ആക്ച്വലി ഐ എം എ ഫെയിലുവർ, ബിക്കോസ് ഫർദർ പിന്നീട് ഞാൻ ഏതോ ഒരു ഭ്രാന്തനാണെന്നുള്ള ലെവലിലാണ് അവരെന്നെ കണ്ടത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അവർക്ക് അതിന്റെ കണക്ടിവിറ്റി മനസ്സിലായില്ല. അതിന് ശേഷം എനിക്ക് മനസ്സിലായി പിടികിട്ടാത്ത പാരന്റ്സിനോട് മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. സൈലൻസ് ഈസ് എ ഗുഡ് വെപ്പൺ. സോ ദിസ് ഈസ് ഇൻകൺസ്യൂമബിൾ ടു ദോസ് വിത്തൗട്ട് ഡെപ്ത്. പലപ്പോഴും ഡെപ്ത് അല്ലാത്ത ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഇതിന്റെ പൊരുൾ ഒരിക്കലും പിടികിട്ടത്തില്ല. സോ ഡീപ്പ് ഹാർട്ട് ആയിട്ടുള്ളവരാണ് പലപ്പോഴും ഈ പറഞ്ഞ അബ്യൂസറിലേക്ക് വെൽക്കമിങ് ആവുന്നത്. വൺ ഓഫ് ദി വേ ആണ്. ഞാൻ ഈ പറഞ്ഞ കുഞ്ഞിന്റെ കേസും ആ ഒരു പെയിൻ, അനുഭവിക്കുന്ന പെയിൻ ഈ കുഞ്ഞ് ഇങ്ങനെ ഷെയർ ചെയ്യും. കുഞ്ഞിന്റെ ഇതിനകത്ത് വരുന്ന സമയം, ഇതിൽ അച്ഛനും അമ്മയും ആ സമയമാണ് അവർ ഒരുമിച്ച് നിൽക്കുന്നത്. കാരണം ഇവരുടെ ഇടയിൽ ഒരുപാട് ക്ലാഷസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദേ നെവർ റിയലൈസ്, ബിക്കോസ് നമ്മൾ ഇന്ന് വേൾഡിൽ ജീവിക്കുമ്പോൾ പോസിറ്റീവ് തിങ്കിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പരസ്പരം. സോ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നേർക്ക് നേരെ ഒന്ന് അടിച്ചു തീർക്കുന്നതാണ് നല്ലത്. സോ അറ്റ്ലീസ്റ്റ് അതവിടെ ഫിനിഷ് ആവും. പക്ഷെ മറിച്ച് ഇത് ഉള്ളിലിട്ട് ഇതിനെ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കുന്ന സമയം, ഇത് നമ്മളുടെ ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ ദേ ആർ പിക്കിംഗ് ഇറ്റ് ആൻഡ് ദേ ആർ ഓൾസോ സഫറിങ്. അതാണ് ഡീപ്പ് ഹാർട്ടിന്റെ ഏറ്റവും രസകരമായ ഒരു പ്രത്യേകത. സോ പലപ്പോഴും ഓരോ കാലഘട്ടത്തിലുള്ളത് അതാത് കാലഘട്ടത്തിൽ ഫിനിഷ് ചെയ്യുന്നതാണ് ബെറ്റർ തിങ്. സോ ദി ഡിസ്ട്രോഷൻ ഓഫ് ഡീപ്പ് ഹാർട്ട്, when the depth of the heart is increased beyond balance, deep heart അങ്ങ് കൂടി നിൽക്കുകയാണെങ്കിൽ its extreme sensitivity become a distortion. ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. This often cause self pity and isolation, making the heart shallow and narrow as a self defense. ചില സമയം നമുക്ക് ഹാർട്ടിനെ നാരോ ആക്കേണ്ടി വരും, ഷാലോ ആക്കേണ്ടി വരും. കാരണം ഞാൻ സഹിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഇതിന്റെ അപ്പുറത്ത്. കാരണം എല്ലാ ഫീലിംഗും മനസ്സിലാവും, എല്ലാവരുടെ പെയിനും മനസ്സിലാവും. ഇനി ഏതെങ്കിലും എന്താ പറയാ, ഒരു 100 മൈൽ അകലെ ഒരാൾ മരിക്കാൻ കിടന്നാൽ അതുപോലും മനസ്സിലാവും. ഈ സഫറിംഗ് പോലെ പിടിക്കുന്ന അവസ്ഥ, ദാറ്റ് ഈസ് ദി നേച്ചർ ഓഫ് ഡീപ്പ് ഹാർട്ട്. This often cause self-pity and isolation, make the heart shallow and narrow as a self-defense. The inability to escape the pain of others can result in depression. മറ്റുള്ളവരുടെ പെയിനിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ സാധിക്കാതെ നമ്മൾ ഒരു വിഷാദ രോഗത്തിലേക്ക് എൻട്രി ചെയ്യും. നമ്മൾ എപ്പോഴും ഒരു സാഡ് സ്പേസിലേക്ക് എൻട്രി ചെയ്യും. എന്നുവെച്ചാൽ അതിൽ നിന്ന് നമുക്ക് എന്താ പറയാ, രക്ഷപ്പെടാൻ പറ്റുന്നില്ല. നമ്മളിൽ ആ പെയിൻ ഇങ്ങനെ, മറ്റുള്ളവരുടെ എല്ലാ പെയിനും ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എല്ലാം പിടിയിട്ടുകൊണ്ടിരിക്കുകയാണ്. സോ ഒരു മെത്തേഡ് ഷാലോ ഹാർട്ടിലേക്ക് മൂവ് ചെയ്യാന്നുള്ളതാണ്. അല്ല എങ്കിൽ നമ്മൾ അറിയേണ്ട മെത്തേഡ് ഐ വിൽ ഷെയർ. There seems to be no possible relief from the senseless act of unconscious cruelty that are so common. And the isolation to this distortion is to learn how to send love from your heart with breath by breathing out more consciously and fully. നമ്മൾ ഈ ഐസൊലേഷൻ എടുക്കാൻ തീരുമാനിക്കുന്നതാണ് നമ്മൾ ഡിപ്രഷനിൽ വരാനുള്ള റീസൺ. എന്ന് വെച്ചാൽ നമുക്കിനി ആരുടെയും പെയിൻ സഹിക്കാൻ വയ്യ, മതി എന്ന് തോന്നുന്ന സമയം, ഇനി എനിക്ക് പെയിൻ വേണ്ട എന്ന് ആര് പറയുന്നു, അവര് നേരെ എൻട്രി ചെയ്യുന്നത് ഡിപ്രഷനിലേക്കാണ്. എന്നുവെച്ചാൽ പെയിൻ വേണ്ട എന്ന റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത റൂം ഡിപ്രഷൻ റൂമാണ്, പിന്നെ അതിനകത്തേക്ക് എൻട്രി ചെയ്തിരിക്കാം. സോ ബെറ്റർ തിങ് ഡിപ്രഷൻ റൂമിൽ നിന്ന് ഇറങ്ങി പെയിൻ റൂമിലാണ്. ബിക്കോസ് പെയിനെ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ ജോയ്ഫുള്ളി നമുക്ക് പല കാര്യങ്ങളും, നമ്മുടെ ഇന്നർ എബിലിറ്റീസ് മനസ്സിലാവാൻ പറ്റും, നമുക്ക് എലിവേറ്റഡ് ആവാൻ സാധിക്കും. സോ പലപ്പോഴും മാസ്റ്റേഴ്സ് പറയുന്ന ഒരു കാര്യമാണ്, പെയിൻ ഈസ് ഇൻഎവിറ്റബിൾ, സഫറിങ് ഈസ് എ ചോയ്സ്. എപ്പോഴാണോ നമ്മൾ ഐസൊലേഷനിലേക്ക് പോകാൻ തീരുമാനിക്കുന്നത്, ആ സമയം മുതൽ നമ്മൾ സഫറിങ് ആണ് ചോയ്സ് ആയിട്ട് എടുക്കുന്നത്. ജോയ്ഫുൾനെസ് എന്ന് പറയുമ്പോൾ ഒരിക്കലും പെയിൻ ഇല്ലെന്ന് കരുതരുത്. എർത്തിലി റലത്തിലേക്ക് എൻട്രി ചെയ്താൽ, ബോഡി എന്ന് പറഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ, ദാറ്റ് മൊമെന്റ് ഓൺവേർഡ്സ് ദെയർ ഈസ് എ പെയിൻ. ഇവിടെ ഇരുന്ന് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് പോലും വേണമെങ്കിൽ പെയിൻ ആയിട്ട് എടുക്കാം. എല്ലാത്തിലും ഒരു പെയിൻ ഉണ്ട്. എവറി ആക്ഷൻ ദെയർ ഇസ് എ പെയിൻ. ഒരു ബോഡി ഒന്ന് മൂവ് ചെയ്യുന്ന പോലും പെയിൻ ആണ്. പക്ഷെ നമ്മൾ മൂവ് ചെയ്ത് ആ പെയിനിന് എന്താ പറയാ, ജോയ്ഫുൾനെസ്സിലേക്ക് ട്രാവൽ ചെയ്യുന്നുള്ളൂ. റിപ്പീറ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസിലൂടെ നമ്മൾ ജോയ്ഫുൾനെസ്സിലേക്ക് വരികയാണ്.
Another kind of distortion of the deep heart is the emotional roller coaster. One emotion അടുത്ത ഇമോഷനിലൂടെ ഇങ്ങനെ റോളർ കോസ്റ്റർ കളിക്കുക എന്നുള്ളതാണ്. To a person without depth, an extreme emotional shift like the change from anger to kindness, for example, is a baffling and may appear to be manipulative. For example, നിങ്ങളുടെ സ്പൗസ് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവരുടെ അമ്മയുമായിട്ടുള്ള ഒരു പ്രോബ്ലം പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് ഇരിക്കുക. നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക, എൻ്റെ അമ്മ അങ്ങനെയാണ്, എൻ്റെ അമ്മ ഇങ്ങനെ ചെയ്തു. ഈ സമയം പെട്ടെന്ന് അമ്മ അതുവഴി നടന്നു പോയി, അമ്മ അവിടെ എന്തോ കഷ്ടപ്പെട്ട് വളരെ എന്താ പറയാ, അമ്മ വളരെ എന്താ പറയാ, അമ്മ പ്രായമായി കാണും എന്ന് വിചാരിക്കുന്നത്. ഓക്കെ, പ്രായമായ അമ്മ നടന്ന് ഫോർ എക്സാമ്പിൾ ചെടിക്ക് വെള്ളം ഒഴിക്കാന്നായിരിക്കും. ചെടിക്ക് കഷ്ടപ്പെട്ട് വെള്ളം ഒഴിക്കുന്ന കാണുന്ന സമയം നിങ്ങൾ അവിടെ നിന്ന് അത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന മുഴുവൻ കുറ്റമായിരിക്കും. How can repeated experience lead to joyful experience? I will share later. So ആ സമയം ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ എന്താ പറയുക, ഹസ്ബൻഡുമായിട്ടോ അല്ലെങ്കിൽ സ്പൗസിനെ ഉദ്ദേശിക്കുന്നുള്ളൂ, ഹസ്ബൻഡോ വൈഫ്, നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ അമ്മ എന്നെ ഇതാണ്. അവിടെ നിന്ന് നമ്മൾ പാസ്റ്റിൽ പോവും, പ്രസന്റിൽ പോവും, ടൈമിലൂടെ തെക്ക് വടക്ക് ജേണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണെന്ന് വിചാരിക്കുക. ഈ സമയത്തായിരിക്കും പെട്ടെന്ന് നിങ്ങൾ നോക്കുമ്പോൾ അമ്മ അവിടെ നിന്ന് കഷ്ടപ്പെട്ട് വെള്ളം ഒഴിക്കാനൊക്കെ കഷ്ടപ്പെടുന്നത് കാണുകയാണ്. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സമയം ഇമ്മീഡിയറ്റ്ലി അത്രയും ആങ്കർ പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി സഹായിക്കും. ദാറ്റ് ഈസ് എ റോളർ കോസ്റ്റർ, സ്പോണ്ടേനിയസ് ചേഞ്ച് ആണത്. ആക്ച്വലി അത് ഡീപ്പ് ഹാർട്ടിന്റെ നേച്ചറാണ്. ഇനി ഡീപ്പ് ഹാർട്ട് അല്ലാത്ത നിങ്ങളുടെ സ്പൗസ് വിചാരിക്കും നിങ്ങൾ ഒരു മാനിപ്പുലേറ്റർ ആണെന്ന് വിചാരിക്കും. ഇത്രയും നേരം ഇവിടെ ഇരുന്ന് ദേഷ്യപ്പെടുകയാണ്, ഇപ്പൊ നോക്കി കണ്ടില്ലേ, മാനിപ്പുലേറ്റീവ് ആണ് നിങ്ങൾ ചെയ്യുന്ന പറയും. Whereas the person with a deep heart has access to the fundamental nameless emotion at the root of all the emotion that can be named. നെയിം ചെയ്യാവുന്ന ഇമോഷൻ അപ്പുറമുള്ള നെയിംലെസ് ഇമോഷൻസിലൂടെ ഇങ്ങനെ, അതായത് ഭയങ്കര ഒരു പ്ലെയർ ആണ് ശരിക്കും. ഡീപ്പ് ഹാർട്ടിലുള്ള ആളുകൾ പ്ലെയേഴ്സ് ആണ്. അവരിങ്ങനെ ഈ ഇമോഷനിൽ നിന്ന് ഇങ്ങനെ ജമ്പ് ചെയ്ത് അടുത്ത ഇമോഷൻ, അടുത്തത് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കും. പലപ്പോഴും മറ്റുള്ളവർക്ക് ഈ ഡീപ്പ് ഹാർട്ട് അറിയില്ല എങ്കിൽ ഒരു പക്ഷേ മാനസിക പ്രശ്നമുണ്ടെന്ന് പോലും ചിന്തിക്കാം. അത് അറിവില്ലായ്മ കൊണ്ടാണ്. പലപ്പോഴും ഡീപ്പ് ഹാർട്ട് അറിയാത്ത സൈക്കാട്രിസ്റ്റുകൾ പോലും പല ആളുകളെയും വലിയ മാരകമായ രോഗത്തിലേക്ക് തള്ളിവിട്ടിട്ടുള്ളവരെ ഹീൽ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം അതുകൊണ്ട് ഓരോ വ്യക്തികൾ ഹാർട്ടിന്റെ എല്ലാ ഡയമെൻഷൻ മനസ്സിലാക്കിയില്ല എങ്കിൽ ഒരു ഹീലേഴ്സിന് എന്നും ബുദ്ധിമുട്ടാണത്. So follow to its depth, very emotions lead to this nameless but very intense emotion base and rise again as a different emotion. ഓരോ സമയവും ഇമോഷൻസ് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. The distortion is to ping pong from one strong emotion to another. പെട്ടെന്ന് ഇപ്പൊ നമ്മള് എന്താ പറയാ, നാഗവല്ലി എന്ന് കേൾക്കുന്ന പോലെയാണ്. വിടമാട്ടെ എന്ന് ചോദിക്കുന്നു, അടുത്ത നിമിഷം എന്താ പറയാ, ഞാൻ എന്താ പറയുന്നത് നകുലേട്ടാ എന്ന് പറഞ്ഞ് ഇമ്മീഡിയറ്റ്ലി കരയുന്നത് ഒരു ഡീപ്പ് ഹാർട്ടാണ്. പക്ഷെ അവിടെ അതൊരു ഡിസീസായി മാറിയതുകൊണ്ടാണ്. ഡീപ്പ് ഹാർട്ടിൽ അവിടെ അൺകോൺഷ്യസ്നെസ് ആണ് പലപ്പോഴും ഈ ഡീപ്പ് ഹാർട്ടിൽ. ത്രൂ എംപതി വി ബിക്കം എന്താ പറയാ വൺ വിത്ത് ദാറ്റ് ക്യാരക്ടർ. ഡീപ്പ് ഹാർട്ടുള്ള ആളുകൾക്കാണ് പലപ്പോഴും അങ്ങനത്തെ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിലേക്ക്, എന്താ പറയുക, ഡ്യുവൽ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റിയും കൂടുതലാണ്. പ്രത്യേകിച്ച് എംപത്തറ്റിക് നേച്ചറിൽ അതുമായിട്ട് എൻട്രി ചെയ്യാനുള്ളൊരു ഇതുണ്ടാവും, മേർജ് ചെയ്യാനുള്ളൊരു തരംഗം ഉണ്ടാവും. Others won't be able to see the connection and will be upset by your rapid change. പലപ്പോഴും അതേഴ്സ് നിങ്ങളുടെ റാപ്പിഡ് ചേഞ്ചിൽ കണക്ട് ആവും. ചില സമയത്ത് നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ തിങ്കിങ് ദേ ആർ റെസ്പോൺസിബിൾ ഫോർ ട്രിഗറിങ് ഇറ്റ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു സ്പൗസ് ആണെങ്കിൽ ആ വ്യക്തി വിചാരിക്കും അയ്യോ ഞാൻ കാരണമായിരിക്കും എന്ന് ആ വ്യക്തി ചിന്തിക്കും, ബിക്കോസ് ഓഫ് ഹിസ് ഓൺ ഗിൽറ്റി കോൺഷ്യസ്നസ്. ദി സൊല്യൂഷൻ ടു ദി റോളർ കോസ്റ്റർ ഈസ് ടു എക്സ്പാൻഡ് യുവർ ഇന്നർ ഹാർട്ട്. നമ്മുടെ ഇന്നർ ഹാർട്ട് ഡയമെൻഷൻ, നമ്മുടെ ഫോർത്ത് ഡയമെൻഷൻ എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ യു ക്യാൻ ഹോൾഡ് സെവറൽ ഇമോഷൻസ് അറ്റ് വൺസ്. This will keep all your emotion in balance. നേരത്തെ പൂച്ച ചോദിച്ച ചോദ്യമാണ് എക്സ്പീരിയൻസിലൂടെ എങ്ങനെയാണ് ജോയ്ഫുൾനെസ് വരുന്നത്. ഫോർ എക്സാമ്പിൾ, എൻ്റെ കൈയെ ഒരിക്കൽ പോലും അനക്കാതെ കുറെ നാൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഐ എം എക്സ്പീരിയൻസിങ് എ പെയിൻ. യെസ്, പക്ഷെ ആദ്യമായിട്ട് അനക്കുന്ന സമയം ഇറ്റ്സ് ഫുൾ ഓഫ് പെയിൻ. ബട്ട് റെഗുലർ ആയിട്ട് ഞാൻ ഈ മൂവ് ചെയ്ത് വാട്ട് ഹാപ്പൻ, ദ പെയിൻ ഈസ് റിലീസിങ്, ദാറ്റ്സ് ജോയ്ഫുൾനെസ്. സോ റെഗുലർ ആയിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമ്മളിൽ വരുന്ന ഇമോഷൻസ്, ഡീപ്പ് ഹാർട്ടിൽ വരുന്ന ഇമോഷൻസ് നമ്മൾ ഹോൾഡ് ചെയ്ത് നമ്മുടെ ഇന്നർ ഹാർട്ടിൽ ഹോൾഡ് ചെയ്യാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ, ആ ഹോൾഡിങ് എബിലിറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഇത് നമ്മളെ ഒരു വലിയ ലെവലിൽ ഷിഫ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി നമ്മുടെ ഡീപ്പ് ഹാർട്ടിനുണ്ട്. കാര്യം വെച്ചാൽ നമുക്ക് എല്ലാവരും മനസ്സിലാക്കാൻ പറ്റും, മറ്റൊരാളെ ഈസിലി മനസ്സിലാക്കാൻ പറ്റും, എന്തുകൊണ്ടാണ് ആ വ്യക്തി അങ്ങനെ ചെയ്യുന്നത് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ ആ മനസ്സിലാക്കുന്നത് നമ്മുടെ ഡീപ്പ് എന്താ പറയുക ഇന്നർ ഹാർട്ട് ഓപ്പൺ ചെയ്യും നമ്മളൊരു സ്പേസ് കൊടുത്തിട്ടില്ല എങ്കിൽ പലപ്പോഴും
നമുക്കതൊരു എന്താ പറയുക ഒരു റോളർ കോസ്റ്റർ മാത്രമായിട്ട് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ഒരു വേണമെങ്കിൽ ഡിപ്രഷനിൽ പോവാം, വേണമെങ്കിൽ അടുത്ത പറയുന്ന സെറ്റിലേക്ക് മാറാം, അതായത് ഷാലോ ഹാർട്ടിലേക്ക് പോവാം. ഓൾസോ ആസ് എ ഡീപ് ഹാർട്ട് പേഴ്സൺ യു മേ സഫർ ഫ്രം എനി സെൻസ് ദാറ്റ് യു ആർ നോട്ട് ലവ്ഡ് ബൈ അതേഴ്സ്. മറ്റുള്ളവർക്ക് ഇഷ്ടമല്ല ഇങ്ങനത്തെ ആസ്പെക്ട്സ് ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഫീൽ ചെയ്യും. ദി കണക്ഷൻ ബിറ്റ്വീൻ ഹാർട്ട് ഈസ് സോ റിയൽ in your deep heart that you are hurt by any lack of appreciation in others and especially a lack of appreciation towards yourself. Actually ആ വ്യക്തിയെ അപ്രീസിയേഷൻ മീൻസ് വേർഡ് കൊണ്ടുള്ള അപ്രീസിയേഷൻ അല്ല ആ വ്യക്തിയെ ഹാപ്പി ആക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ അപ്രീസിയേഷൻ ഇല്ല എങ്കിൽ അത് ആ വ്യക്തിക്ക് പിക്ക് ചെയ്യാൻ പറ്റും. ഡീപ്പ് ഹാർട്ട് ആണെങ്കിൽ, ഡീപ്പ് ഹാർട്ട് ആയിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും ആ വ്യക്തിക്ക് ഇമ്മീഡിയറ്റ്ലി എന്താ പറയുക എല്ലാവിധ ഡിപ്ലോമാറ്റിക് വേസും ആ വ്യക്തിക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. നമ്മൾ പറയുകയാണ് ഓക്കെ ആ വ്യക്തി അടുത്ത് വാവ് ഗുഡ് എന്ന് പറഞ്ഞാലും നമ്മുടെ ഉള്ളിൽ അതില്ല എങ്കിൽ, നമ്മുടെ ഉള്ളിൽ ആ ഫീലിംഗ് ഇല്ലെങ്കിൽ ഡീപ്പ് ഹാർട്ടുള്ള ആൾ അതിനെ പിക്ക് ചെയ്യും, അതിനെ ഒരു എന്താ പറയുക ഓണസ്റ്റ് അല്ലാത്തതിനായിട്ട് മനസ്സിലാക്കും. എ കോമൺ ലാമെന്റ് ഈസ് ഹൗ കുഡ് someone to whom I am so connected no appreciating me. ഏറ്റവും വലിയൊരു കോമൺ ആയിട്ട് വരുന്ന ഒരു കംപ്ലൈന്റ് അവിടെയാണ്. കാരണം വെച്ചാൽ ഡീപ്പ് ഹാർട്ട് ആയിട്ടുള്ള ആളുടെ വിചാരം എല്ലാവരും ഡീപ്പ് ഹാർട്ടാണെന്നാണ്. പക്ഷെ എല്ലാവരും ചിലപ്പോൾ ഡീപ്പ് ഹാർട്ടിലായിരിക്കില്ല. സോ അതുകൊണ്ട് തന്നെ ഇവർ എന്തുകൊണ്ട് എന്നെ മനസ്സിലാക്കിയില്ല, എനിക്ക് വേണ്ടത് ഇതാണെന്ന് എന്തുകൊണ്ട് ഇവർക്കറിയില്ല. ഇവർക്ക് വേണ്ടത് എനിക്കറിയാൻ പറ്റുന്നുണ്ട്, പക്ഷെ എനിക്ക് വേണ്ടത് ഇവർക്ക് അറിയാൻ പറ്റുന്നില്ല. സോ ഇറ്റ്സ് എ കോമൺ കംപ്ലൈന്റ് ഇൻസൈഡ്. സോ അവിടെയാണ് ഹാർട്ടിന്റെ എല്ലാ ഡയമെൻഷൻ മനസ്സിലാക്കിയാൽ ഡീപ്പ് ഹാർട്ട് ആള് മറ്റ് ഡയമെൻഷൻസും കൂടി എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു ഇഷ്യൂ മാറും. ഇല്ലെങ്കിൽ നമുക്ക് എപ്പോഴും തോന്നും എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, ഞാനാണെങ്കിൽ എല്ലാവരും മനസ്സിലാക്കുന്നു പക്ഷെ എന്നെ ആരും മനസ്സിലാക്കുന്നില്ല. ഇതൊരു കോമൺ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കംപ്ലൈന്റ് ആയിരിക്കും. That's a question always inside me. Okay. What question? Okay, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല. ഓക്കെ, അതായിരിക്കും. ഓക്കെ ഓക്കെ, താങ്ക് യു. എങ്കിൽ മനസ്സിലാക്കുക നമ്മൾ ഡീപ്പ് ഹാർട്ട് ആണ്, പക്ഷെ അറ്റ് ദി സെയിം ടൈം നമുക്ക് മറ്റുള്ളവരുടെ ഹാർട്ട് മനസ്സിലാക്കാൻ ഹാർട്ടിന്റെ പല തരംഗം. So when the same pain is repeated, I should try see the root and heal my inner child. Yes, of course. But at the same time നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു ആസ്പെക്റ്റും കൂടി ഞാനിവിടെ ഷെയർ ചെയ്യുന്നതാണ്. പലപ്പോഴും പല ആളുകളും ഇന്നർ ചൈൽഡ് ഹീലിംഗിൽ പോകുന്ന സമയം, ഇന്നർ ചൈൽഡ് എന്നൊരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഇന്നർ ചൈൽഡ് ഹീലിംഗിൽ പോകുമ്പോൾ നമ്മൾ വി സ്റ്റാർട്ട് സീയിങ് നമ്മുടെ പാരന്റ്സ് നമ്മളെ വഴക്ക് പറഞ്ഞു, ചീത്ത പറഞ്ഞു, നമ്മളെ പലരും ഉപദ്രവിച്ചു, നമ്മൾ ഹേർട്ടായി, പക്ഷെ നമ്മളിൽ ഫോക്കസ് ആകുകയാണ്. പലപ്പോഴും ഡീപ്പ് ഹാർട്ട് ആയിട്ടുള്ളൊരു അവനവനിൽ ഫോക്കസ് ആവുന്നത് കുറവായിരിക്കും, മറ്റുള്ളവരിലായിരിക്കും ഏറ്റവും കൂടുതൽ ഫോക്കസ്. മറ്റുള്ളവർക്ക് എന്ത് കൊടുക്കാം, ഭയങ്കര ഗിവർ ആയിരിക്കും എപ്പോഴും ഡീപ്പ് ഹാർട്ട്. പക്ഷെ ഇന്നർ ചൈൽഡിലേക്ക് ഒരു ഡീപ്പ് ഹാർട്ട് പോകുന്ന സമയം അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ ഷെയർ ചെയ്യാണ്. പലപ്പോഴും അതിന്റെ ഒരു നെഗറ്റീവ് ഭാഗം കണ്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്യാണ്. അതായത് ഇന്നർ ഡീപ്പ് ഹാർട്ടാണ് നമ്മളെന്ന് മനസ്സിലാക്കിയാൽ ഒരു ഇന്നർ ചൈൽഡിൽ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കും ഓക്കെ എന്റെ പാരന്റ്സ് എല്ലാം എനിക്ക് തന്നു, അല്ലെങ്കിൽ ഇന്നാൾ എന്നെ അബ്യൂസ് ചെയ്തു. പക്ഷെ മനസ്സിലാക്കുക ആ സമയം നമ്മളാണ് ഇത് ഏറ്റെടുത്തത്. ആ സമയം നമുക്ക് ആ ഏറ്റെടുത്തതിന് തിരിച്ചു കൊടുക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വമല്ല നമുക്കുള്ളത്. നമുക്കത് ഏറ്റെടുക്കാൻ കഴിവുണ്ടായി എന്റെ ഇന്നർ ഹാർട്ട് ഡെവലപ്പ് ചെയ്യണം. സോ ആ മനസ്സിലാക്കുന്നതെല്ലാം, കാരണം നമുക്ക് നമ്മളോട് സെൽഫ് ലവ്, ചില സമയം നമ്മളിൽ ഒരു സെൽഫ് ലവിന്റെ ഒരു ഫസ്റ്റ് എലമെന്റ് എൻട്രി ചെയ്യുന്ന സമയം തൊട്ട് നമുക്ക് മറ്റുള്ളവരോട് ദേഷ്യം വരാനുള്ള സാധ്യത ഉണ്ട്. കാരണം എന്നെ ഉപദ്രവിച്ചു എന്നുള്ളതിലേക്ക് നമ്മൾ എൻട്രി, അന്നെല്ലാം ഞാൻ നിന്ന് അടി മേടിച്ചു. സോ ഇപ്പൊ ഇന്ന് എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? തിരിച്ചു കൊടുക്കലല്ല, നമ്മൾ അന്ന് ആ ചെയ്തതിന് തിരിച്ചു കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ അന്ന് ചെയ്ത വർക്ക് മുഴുവൻ വെറുതെ ആയിപ്പോവും, വേസ്റ്റ് ആയിപ്പോവും. അന്ന് നമുക്ക് അവരുടെ പെയിൻ മനസ്സിലാക്കാൻ സാധിച്ചു, ഇന്നും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഇന്നർ ഹാർട്ട് ഡെവലപ്പ് ചെയ്യുക, ആ ഹോൾഡ് ചെയ്ത് വരിക. അറ്റ് ദി സെയിം ടൈം അന്ന് നമ്മൾ ഡിനേ ചെയ്ത ഒരു പാർട്ടുണ്ട്, നമ്മൾ നിന്ന് തല്ല് മേടിച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ, ആ ഡിനേ ചെയ്ത പാർട്ടിനെയാണ് നമ്മൾ ഹീൽ ചെയ്യേണ്ടത്. ആ പാർട്ടാണ് ഹീലിംഗ് ആവശ്യം. I hope you understand. Okay? When it is yes, you can say yes. Yes, sir. Yes. Sir. Yes, sir. Yes, doubt ഒന്ന് ചാറ്റിൽ ഇട്ടേക്കാവും. ചാറ്റ് ചെയ്തിട്ട് എനിക്ക് ഇമ്മീഡിയറ്റ്ലി നോക്കാൻ പറ്റും. Okay. ചാറ്റിൽ ടൈപ്പ് ചെയ്തിട്ടിരുന്നാൽ മതി. Okay. Okay. So next is shallow heart. ഈ ഹാർട്ട് പറഞ്ഞു പോകുന്നതിനിടയിൽ നിങ്ങളുടെ ഡൗട്ട് ഞാൻ നോക്കുന്നുണ്ട് ഇവിടെ. Yes sir, how to find the denied part? Okay, it's a long question. I will answer later. ഒരു ഡിനൈഡ് പാർട്ട് നമ്മൾ ഇതെല്ലാം മെല്ലെ മെല്ലെ എനിവേ നമ്മുടെ കോഴ്സ് ഇനി കംപ്ലീറ്റ് ആവുന്ന സമയം ഈ ഓരോ ആസ്പെക്റ്റിനും ആൻസർ ചെയ്യാവുന്നതാണ്.
So if your heart is stunned in the development of its depth, it becomes shallow. നമ്മുടെ ഷാലോ ഹാർട്ടിന്റെ പിക്ചർ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അതിന്റെ ഡെവലപ്മെന്റ് ഡൗൺ ആയി പോകുമ്പോൾ സംഭവിച്ചിരിക്കുന്നതാണ് ഇത്. എന്നുവെച്ചാൽ നമ്മൾ വളരെ ഡീപ്പായിരിക്കുമ്പോൾ എല്ലാവരുടെ പെയിനും അറിയാൻ പറ്റുന്നു. സോ എല്ലാവരുടെ പെയിനും അറിഞ്ഞ് അവസാനം നമ്മളൊരു വലിയ പെയിനിനകത്ത് ജീവിക്കുന്ന ഒരാളാണെന്ന് സ്വയം തോന്നുമ്പോൾ നമുക്കൊരു സമയം തോന്നും പറ്റില്ല, എനിക്ക് ജോയ്ഫുൾ ആവണം. ജോയ്ഫുൾ ആവാനുള്ള ഒരു മാർഗമല്ല ആക്ച്വലി ഷാലോ ഹാർട്ട് എന്ന് പറഞ്ഞാൽ. ഷാലോ ഹാർട്ടിന് ഒരു ജോയും ഉണ്ടാവില്ല. സോ അവിടെ നമ്മൾ ഷാലോ ഹാർട്ടിലേക്ക് പലരും ടെസ്റ്റ് ചെയ്ത് പോയിട്ടുണ്ട്. എസ്പെഷ്യലി പല സ്പിരിച്വൽ ആസ്പെക്ട്സിനെ പറ്റി അറിയുമ്പോഴും ആഹാ ഇതൊക്കെ ആയിരുന്നോ ലൈഫ്, എന്നാ പിന്നെ എന്റെ ഡീപ്പ് ഹാർട്ടിനെ ഞാൻ ഇല്ലാതാക്കിയേക്കാം എന്ന് കരുതി ചെയ്ത ആളുകളെ പോലും എനിക്കറിയാം. സോ ഡീപ്പ് ഹാർട്ടിനെ നശിപ്പിക്കുക എന്നുള്ള അല്ല, പക്ഷെ പലപ്പോഴും നമ്മൾ ഷാലോ ഹാർട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ടൈം ടു കം ബാക്ക്. ഡീപ്പ് ഹാർട്ടിലേക്ക് തിരിച്ചു വരേണ്ടതാണ്. ഇനി ഷാലോ ഹാർട്ടിൽ പോയി എന്ന് അറിയാനുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇഫ് യുവർ ഹാർട്ട് ഈസ് സ്റ്റൺഡ് ഇൻ ദി ഡെവലപ്മെന്റ് ഓഫ് ഇറ്റ്സ് ഡെപ്ത്, ഇറ്റ് ബിക്കംസ് ഷാലോ. This is usually the result of absorbing a powerful emotion from someone in your childhood. നമ്മൾ മറ്റാരുടെ ഇമോഷൻസ് പവർഫുള്ളി സക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ചെയ്യേണ്ടത് ആ സക്ക് ചെയ്ത ഇമോഷൻസ് നമ്മൾ റിലീസ് ചെയ്യുക. എസ്പെഷ്യലി there is a saying, we take somebody's fate. മറ്റൊരാളുടെ വിധിയെ നമ്മളിലേക്ക് ഏറ്റെടുക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് എപ്പോഴും കോൺസ്റ്റലേഷനിൽ ഒരു പ്രോസസ് ഉണ്ട്. വി ആർ ഗീവ് ബാക്ക് ദി ഫേറ്റ്. നിങ്ങളുടെ വിധി നിങ്ങളുടെ കയ്യിൽ ഇരിക്കട്ടെ. ഇപ്പൊ എന്റെ അമ്മ ഒരുപാട് സഹിച്ചു എന്ന് വിചാരിക്കുക. നിങ്ങൾ തോന്നുകയാണ് ഓക്കെ എന്റെ അച്ഛൻ എന്റെ അമ്മയെ അബ്യൂസ് ചെയ്തു. പൊതുവെ ഞാൻ കേട്ടിട്ടുള്ള സ്റ്റോറികളിൽ ഒന്നാണ്. എന്റെ അമ്മ പാവം, പക്ഷെ എന്റെ അച്ഛൻ എന്നെ അമ്മയെ എപ്പോഴും അബ്യൂസ് ചെയ്യും. ഓക്കെ ഫൈൻ. പക്ഷെ അത് അമ്മയുടെ ഫേറ്റ് ആണ്. ആ അമ്മ ആ ഒരു ഫേറ്റ് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നതിൽ അമ്മയുടേതായ ലെസൺസ് ഉണ്ട്, ലേണിംഗ് ഉണ്ട്. ദാറ്റ്സ് എ ട്രൂത്ത്. പക്ഷെ ആസ് എ ചൈൽഡ് നമ്മൾ എന്ത് പറ്റും, നമുക്ക് നോർമലി പെയിൻ മനസ്സിലാവുമ്പോൾ ഈ പെയിൻ നമ്മൾ എടുക്കും. നമ്മുടെ വിചാരം അമ്മയെക്കാളും നമ്മൾ മിടുക്കരാണെന്ന് വിചാരിച്ചിട്ട് എടുക്കുന്നത്. അമ്മയ്ക്ക് പറ്റില്ല, പക്ഷെ എനിക്ക് പറ്റും. ഐ എം സ്ട്രോങ്ങർ ദാൻ മൈ മദർ. ആക്ച്വലി അത് ഫസ്റ്റ് തെറ്റായ ഒരു ധാരണയാണ്. എപ്പോഴും നമ്മൾ മദേഴ്സ് അല്ലെങ്കിൽ പാരന്റ്സിന് മുമ്പിൽ വിചാരിക്കേണ്ടത് യു ആർ ബിഗ് ആൻഡ് വി ആർ സ്മോൾ. ദാറ്റ്സ് എ ട്രൂത്ത്. നമ്മൾ അവരെക്കാളും ചെറുതാണ്. പലപ്പോഴും നമുക്ക് പഠിത്തവും വിവരമൊക്കെ വരുമ്പോൾ നമുക്കൊരു തോന്നലുണ്ടാവും നമ്മൾ അവരെക്കാളും വലുതാണ്. തെറ്റായ ഒരു അണ്ടർസ്റ്റാൻഡിങ്. അവർക്ക് ബെയർ ചെയ്യാവുന്ന പെയിൻ മാത്രമാണ് കോൺഷ്യസ്നെസ് അവരിലേക്ക് കൊടുത്തിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഇതങ്ങ് എടുക്കുമ്പോൾ തൊട്ട് കുറച്ച് കഴിയുമ്പോൾ ഇത് സഫറിങ് ആവും. ഈ സഫറിങ് മുതലാണ് പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് കുട്ടികൾ അവരുടെ പാരന്റ്സിനെ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നത്. കാരണം ഈ സഫറിങ് സഹിക്കാത്തതുകൊണ്ട് പാരന്റ്സിനെ എങ്ങനെയും ചേഞ്ച് ചെയ്യുക, എനിക്ക് സഫറിംഗ് നിന്ന് പുറത്തു വരാം. ഏറ്റവും ബെസ്റ്റ് തിങ് പാരന്റ്സിനെ ചേഞ്ച് ചെയ്യുക എന്നുള്ളതല്ല, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സ്റ്റേറ്റ് അവർക്ക് തിരിച്ചു കൊടുക്കുക. അമ്മ അല്ലെങ്കിൽ അച്ഛ, ഇത് നിങ്ങളുടെ ഫേറ്റ് ആണ്, നിങ്ങളുടെ വിധി ഞാൻ ഏറ്റെടുത്തതാണ്, അറിഞ്ഞോ അറിയാതെയാണ്, ക്ഷമിക്കുക. ഇതിനെ ഒരു പാഴ്സൽ ഐ എം ഗിവിംഗ് ബാക്ക് ടു യു, നിങ്ങൾ വെച്ചോ. ആൻഡ് ഐ ക്യാൻ ലീവ് മൈ ലൈഫ് ആസ് എ ഗിഫ്റ്റ് ഫോർ യു. എനിക്ക് അതേ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ എൻ്റെ ലൈഫ് ഒരു ഗിഫ്റ്റ് ആയിട്ട് ജീവിക്കുക. അതിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പലപ്പോഴും ഈ ഷാലോ ഹാർട്ടിൽ നിന്ന് ഡീപ്പ് ഹാർട്ടിലേക്കുള്ള ജേർണീസ് പോസിബിൾ ആണ്. അല്ലെങ്കിൽ പലപ്പോഴും പല ഇമോഷൻസും നമ്മൾ ഹോൾഡ് ചെയ്തിരിക്കുന്നത്, മറ്റൊരാളുടെ ഇമോഷൻസ് നമ്മൾ സക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുക. പലപ്പോഴും അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ നന്നാവും. ഈ പലപ്പോഴും മക്കള് അമ്മമാരുടെയോ അല്ലെ അച്ഛന്മാരുടെയോ എടുത്തു വെക്കുന്ന സമയം മുതൽ ബുക്ക് തട്ടിപ്പറിച്ചുകൊണ്ട് പോയതുപോലെയാണ്. ഞാൻ രസകരമായി പലയിടത്തും കണ്ടിട്ടുണ്ട്. ബുക്ക് തട്ടിപ്പറിച്ച പോലെയാണ്. ഈ ബുക്ക് ചോദിച്ചുകൊണ്ടിരിക്കും പാരന്റ്സ്, എന്റെ ബുക്ക് എനിക്ക് തിരിച്ചതാ, അതിന് എല്ലാം ലെസൺസ് ഉണ്ട്, ഇത് നീ എടുത്തോണ്ട് പോകാതെ അതിന് എനിക്ക് തിരിച്ചതാ. ദി മൊമെന്റ് വി ഗിവ് ബാക്ക് ദേ ആർ സോ ഹാപ്പി. വാവ്, എനിക്ക് എന്റെ ലെസൺസ് കിട്ടി. എനർജറ്റിക്കലി ഇത് സംഭവിക്കാറുണ്ട്. ഇല്ലെങ്കിൽ ഇറ്റ് ക്രിയേറ്റ്സ് എൻടാങ്കിൾമെന്റ്. ഇറ്റ്സ് എ വെരി ഡീപ്പ് സബ്ജക്ട്. ഞാൻ അതിലേക്ക് ഒരുപാട് ഇറങ്ങുന്നില്ല. എനിവേ എപ്പോഴെങ്കിലും ഒക്കെ ഈ ഒരു ടൈം നമ്മുടെ എന്താ പറയുക പിന്നീട് മെഡിറ്റേഷൻസും ഒക്കെ ഈ ഒരു ടോപ്പിക്സിൽ എടുക്കുമ്പോൾ നമുക്കിത് മോർ ക്ലിയർ ചെയ്യാം. സോ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ allow it to flow. Okay. For example, a child experience of a person or a family trauma, a mother's mental illness, or a father's angry rage can result in a defended shallow heart. പലപ്പോഴും ഇതൊക്കെ സഹിക്കാൻ വയ്യാതെ നമ്മൾ വിചാരിക്കും ഓക്കെ ഷാലോ ഹാർട്ട് ആവാം. In order to reduce the intensity of your childhood emotional experience, ആ സമയം മുതൽ ആക്ച്വലി പലപ്പോഴും പല ആളുകളും പറയാറുണ്ട് എനിക്ക് എന്റെ ചൈൽഡ്ഹുഡ് മെമ്മറി ഒന്നും കാണാൻ പോലും പറ്റുന്നില്ല, അറിയാൻ പറ്റുന്നില്ല, എന്റെ പല ഇവന്റ്സും എനിക്ക് അറിയാൻ പറ്റുന്നില്ല. റീസൺ നമ്മൾ ഷാലോ ഹാർട്ടിലേക്ക് എൻ്റർ ചെയ്യുന്നുണ്ടാണ്. ഷാലോ ഹാർട്ടിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മെമ്മറി ലോസ് ഒരു എന്താ പറയുക ഒരു സഹചാരിയെ മാതിരിയാണ്, ഒരു ഫ്രണ്ടായി മാറും. In order to reduce the intensity of your childhood emotional experience, you learn to cut off the depth of your heart where you were more sensitive. നമ്മൾ എടുക്കുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം ഇതിൽ നിന്ന് കട്ട് ഓഫ് ചെയ്യാന്നുള്ളതാണ്. The avoidance of deep emotion is a very great cost for the relief it may given from a trauma in the past. അതിന്
നമ്മൾ പരിസ്ഥിതി കേൾക്കുന്ന പോലെ വലിയ വില കൊടുക്കേണ്ടി വരും നമ്മൾ അതിനെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, നമ്മുടെ ട്രോമാസ് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ. ദാറ്റ്സ് വൈ വി നീഡ് ടു അഡ്രസ് അവർ ട്രോമ എത്രത്തോളം അവോയ്ഡ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് വലിയ വിലയാണ് ലൈഫിൽ. ഇമോഷണൽ ഡിസ്ട്രസ് ഹാസ് എ മീനിങ്. ഓരോ ഇമോഷണൽ ഡിസ്ട്രസിനും ഒരു മീനിങ് ഉണ്ട്, എ കോസ് ആൻഡ് എ പർപ്പസ് ഫോർ അവർ എവല്യൂഷൻ. നമ്മൾ ഇവോൾവ് ചെയ്യിക്കാൻ എബിലിറ്റി ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ഉണ്ടായത്. If you inhibit any sense of discomfort, you lose part of your inner compass by which you determine what is important and what is not. നമ്മുടെ ഉള്ളിൽ ഒരു കോമ്പസ് നമുക്ക് നഷ്ടപ്പെടുന്ന പോലെയാണ് ആ ഒരു സിറ്റുവേഷനെ നമ്മൾ അവോയ്ഡ് ചെയ്യുമ്പോൾ, ഡിനൈ ചെയ്യുമ്പോൾ. പെയിൻ ഈസ് എ സിഗ്നൽ ദാറ്റ് ദി ഹാർട്ട് ഈസ് എലൈവ്. ഡീപ് ഹാർട്ടർ ആയിട്ടുള്ള ഒരാൾ മനസ്സിലാക്കുക, ഡീപ് ഹാർട്ട് ആണെങ്കിൽ നിങ്ങൾക്കൊരു പെയിൻ ഉണ്ടെങ്കിൽ, ഉള്ളിൽ ഒരു പെയിൻ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് യുവർ ഹാർട്ട് ഈസ് എലൈവ്. When you are not feeling any pain, your heart is numb. ഡീപ് ഹാർട്ടിൽ ഒരു പെയിൻ ഉണ്ടാവും, പക്ഷെ ആ പെയിനെ നമ്മൾ ഹോൾഡ് ചെയ്യും തോറും, more and more you understand and hold that pain, there is a joy arise. Without it, life becomes mundane. It is through your emotion that you connect to others. So if your heart is shallow, you are hard to reach. Shallowness is the condition of person on tranquilizer drug. ഒരു ഡ്രഗിന്റെ ഇങ്ങനെ നമ്മൾ പൊതുവെ ഈ ഷാലോ ഹാർട്ടിലേക്ക് പോകാൻ പല ആളുകളും ഡ്രഗ്സിലേക്ക് പോകാറുണ്ട്. മദ്യപാനം, ഡ്രഗ്, ഏതൊക്കെ തരത്തിലുള്ള ഡ്രഗ്സ് ഉണ്ട്. ഈ ഡ്രഗ്സിൽ പോയി കഴിഞ്ഞാൽ ഷാലോ ആവാം, ഡീപ്പ് ആവണ്ട. ഡീപ്പ് ആയി കഴിഞ്ഞാൽ പെയിൻ ഉണ്ടോ, പെയിൻ അവോയ്ഡ് ചെയ്യണം. പക്ഷെ ആലോചിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്നീട് എത്തിച്ചേരാൻ പോകുന്നത് വലിയ പെയിനിലേക്കായിരിക്കും. അതാണ് വലിയ വില കൊടുക്കേണ്ടി വരും. ബിക്കോസ് നമ്മുടെ പർപ്പസ് തന്നെ നമ്മൾ ഉപേക്ഷിക്കുകയാണ്, നമ്മുടെ സോള് നമ്മൾ ഉപേക്ഷിക്കുകയാണ്. മരിച്ച് നമ്മൾ ഡെത്ത് കഴിഞ്ഞ് മേളിൽ നിൽക്കുന്ന സമയമുണ്ടല്ലോ, വലിയ വിലയാണ് ആ സമയം. എന്നുവെച്ചാൽ ലൈഫിൽ നമുക്ക് തോന്നും, ഛേ ഞാൻ ഇത്രയും പൊട്ടനായി പോയല്ലോ എന്ന് തോന്നിപ്പോകുന്ന ഒരു അവസ്ഥയായിരിക്കും അത്. വൈ ഐ എം ഷെയറിംഗ്? ബിക്കോസ് ഐ എക്സ്പീരിയൻസ്ഡ് ഇറ്റ്. വൺ ഓഫ് ദി ലൈഫ് ടൈം ഐ സൂയിസൈഡ് ആൻഡ് ഐ എക്സ്പീരിയൻസ് ദാറ്റ് ഇമ്മൻസ് ട്രോമ ഇൻ ദാറ്റ് ഡെത്ത് മൊമെന്റ്. അത്രയും ട്രോമ ചിലപ്പോൾ ലൈഫിൽ ഇല്ലാന്ന് തോന്നും. കാരണം ഇന്റൻസിറ്റി ഈസ് മോർ ഇൻ ദി ആസ്ട്രൽ പ്ലെയിൻ, ഫിസിക്കൽ ലെവലിൽ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇതിനെ ഒബ്സർവ് ചെയ്താൽ അറിയാൻ പറ്റും. സ്വപ്നം കാണുന്ന സമയം നിങ്ങൾ ഒരു ആന ഓടിച്ചാൽ, റിയൽ ഒരു ആന ഓടിക്കുമ്പോൾ അത്രയും പെയിൻ ഉണ്ടാവില്ല. സ്വപ്നത്തിൽ ഓടിച്ചാൽ അതിന്റെ ഇന്റൻസിറ്റി, എക്സ്പീരിയൻസ് ഈസ് ഇമ്മൻസ്. സെയിം ആണ് ആഫ്റ്റർ ഡെത്ത് എക്സ്പീരിയൻസസ് ആർ ഇമ്മൻസ്. സോ വെറുതെ നമ്മൾ ഈ ലോകത്തുനിന്ന് പോയി എന്താ പറയാ രക്ഷപ്പെടുമെന്ന് വിചാരിക്കരുത്. അങ്ങനെ ഒരു രക്ഷയില്ല. ഇമ്മൻസ് എക്സ്പീരിയൻസ് ആണ്. സോ വാട്ട് എവർ യു വാണ്ട് ടു ക്ലിയർ ഇറ്റ് ഹിയർ ആൻഡ് നൗ. ദർ ഇസ് നോ അതർ സ്പേസ് ടു എസ്കേപ്പ്. Shallowness is the condition of person on tranquilizer drug. There is no access to the power of heart's depth. If you avoid depression, you compromise happiness. So depression വന്നാൽ മനസ്സിലാക്കുക, ഡിപ്രഷൻ ഇല്ലാതാക്കാൻ ശ്രമിക്കരുത്. പലരും ഡിപ്രഷൻ ഇല്ലാതാക്കുമ്പോൾ അവനവന് ഇല്ലാതായിരിക്കും. ഡിപ്രഷനിൽ നിന്ന് ഞാൻ പറഞ്ഞ അടുത്ത ഡോറിലേക്ക് എൻ്റർ ചെയ്യുക. അടുത്ത ഈ ഡിപ്രഷന്റെ റീസൺ എന്താണ്? എന്റെ ഡീപ്പിൽ എനിക്ക് ഈ പെയിൻ മനസ്സിലാവുന്നു. പെയിനിലേക്ക് കണക്ട് ചെയ്യുക, പെയിനിന്റെ ഉള്ളിലേക്ക് ട്രാവൽ ചെയ്യുക. ഡെഫിനറ്റ്ലി നമുക്ക് ഫൈൻഡ് ചെയ്യാൻ സാധിക്കും. If you avoid depression, you compromise happiness. Your natural condition include the full range of emotion. Full range of emotion ആണ് പല വ്യക്തികൾ സ്പിരിച്വാലിറ്റിയിൽ വരുമ്പോൾ, ഇൻക്ലൂഡിങ് മീ. ആദ്യകാലത്ത് ഞാൻ വിശ്വസിച്ചിരുന്നു സ്പിരിച്വാലിറ്റി മീൻസ് കാം, പീസ് 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 പീസ്. അതല്ല, എല്ലാ ഇമോഷൻസ് ഇതിലൂടെ ട്രാവൽ ചെയ്യും. അതിൽ നിന്നാണ് ആ പീസ് ഉണ്ടാവുന്നത്. നമുക്ക് ചില സമയം നമുക്ക് ദേഷ്യം വരും, ചില സമയം നമ്മളിങ്ങനെ വാളെടുക്കും, ഇതെല്ലാം ഇങ്ങനെ ഉള്ളിൽ നടക്കും. പക്ഷെ ഇതിനെ നമ്മൾ ബാലൻസ് ചെയ്ത് അതായത് നമ്മൾ അടുക്കളയിൽ പാചകം ചെയ്യുന്ന പോലെയാണ്. ഉപ്പിടുന്നു, മുളകിടുന്നു, ഇതെല്ലാം എങ്ങനെ കറക്റ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന കറിയിൽ കറക്റ്റ് ആയിട്ട് ഇടുമ്പോൾ that dish is tasty. Okay, good. So without access to the depth of your heart, you cannot know yourself. That's a very important aspect. Once you want to know yourself, you need to access the depth of your heart. The shallow heart still operates, but largely unconsciously. Shallow hearts എപ്പോഴും അൺകോൺഷ്യസ്ലി ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എത്ര ഷാലോ ഹാർട്ട് ആണെങ്കിലും ഈ ഡീപ്പ് ഹാർട്ടിന്റെ നേച്ചർ അവിടെ എക്സിസ്റ്റ് ചെയ്യും. അതിലേക്ക് ജമ്പ് ചെയ്യുക. This causes surprising and difficult events to occur, such as disappointment, tragedy, and illness, as the heart and mind move in different uncoordinated directions. You will make plan without knowing what you really want. ആ സമയമാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്ലാൻ ഒന്നും ഇല്ല, എനിക്ക് എവിടെയെങ്കിലും പോകണം, എന്തെങ്കിലും ചെയ്യണം, എങ്ങനെയെങ്കിലും എനിക്ക് രക്ഷപ്പെടണം. മനസ്സിലാക്കുക, ഡീപ് ഹാർട്ട് ഈസ് calling you. So attend the deep heart. One more message. Yes, sir, does deep heart have any connection to auric clairvoyance?
Yes, clairvoyants are those who really achieve all that spaces. അല്ലെങ്കിൽ ആക്ച്വലി ക്ലെയർവോയൻസിന്റെ റിയൽ മീനിങ് മനസ്സിലാവില്ല, ജസ്റ്റ് ഇമോഷണലി മാത്രമാണ് ഡീപ് ഹാർട്ടിൽ കണക്റ്റഡ് ആവുന്നത്. ക്ലെയർവോയൻസ് ലെവലിൽ ഇമോഷൻ മാത്രമല്ല, മറ്റു പല ആംഗിൾസ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. സോ ജസ്റ്റ് ഡീപ് ഹാർട്ടിൽ മാത്രം കൊണ്ട് ഒരാൾ ക്ലെയർവോയനിലേക്ക് എത്തില്ല. സോ എല്ലാ ഹാർട്ട് ഓപ്പൺ ചെയ്ത് എല്ലാ സ്പേസ് എക്സ്പ്ലോർ ചെയ്ത് തേർഡ് ഐ ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരാളാണ് ക്ലെയർവോയന്റ് ആവുന്നത്. So a person with a shallow heart is usually quite pleasant, but superficial and indifferent towards the difficulty of others. Shallow heartലേക്ക് എൻ്റർ ചെയ്താൽ നമുക്ക് റോസി ആയിട്ടൊക്കെ നമുക്ക് ഇരിക്കാൻ തോന്നാം, but that's not the truth. Those who let their heart become shallow are uncomfortable with emotion. നിങ്ങളുടെ മുമ്പിൽ ആരെങ്കിലും ഇമോഷൻസ് കാണിച്ചു കഴിഞ്ഞാൽ ഷാലോ ഹാർട്ട് ആയിട്ടുള്ള ആളുകൾക്ക് സഹിക്കാൻ പറ്റില്ല. സോ ഒരു ഷാലോ ഹാർട്ടിന് പലപ്പോഴും ഓപ്പോസിറ്റ് ഒരു മിറർ ഉണ്ടാവും, ആ വ്യക്തി വളരെ ഡീപ്പ് ഹാർട്ട് ആയിരിക്കും. ഒരു ഷാലോ ഹാർട്ട് ആയിട്ടുള്ള ഒരു സ്പൗസിന് എപ്പോഴും കിട്ടുന്നത് ഡീപ്പ് ഹാർട്ട് ആയിട്ടുള്ള ഒരു സ്പൗസിനെ ആയിരിക്കും. സോ ഇത് തമ്മിൽ മിറർ ചെയ്യും. ദേ ആർ മിററിംഗ് ഈച്ച് അതർ ടു ബാലൻസ് ഇറ്റ്. Since they have to rely upon the mind to lead them, their objective is always to be reasonable. അതിന്റെ റീസണബിൾ പാർട്ടിലേക്കും കൂടി നമുക്ക് കണക്ട് ചെയ്യുന്നതാണ് എപ്പോഴും നമ്മുടെ ഡീപ്പ് ഹാർട്ടിനെ അവേക്കൻ ചെയ്യാൻ ഏറ്റവും ആവശ്യം. അല്ലെങ്കിൽ നമ്മൾ ഷാലോ ഹാർട്ടിൽ ഇങ്ങനെ മുഴുകാനുള്ള ഒരു ടെൻഡൻസി വരും. Their emotions are as frightening to them as water is to a person who can't swim. പലപ്പോഴും ഷാലോ ഹാർട്ട് ആയി കഴിയുമ്പോൾ തൊട്ട് ഇമോഷണൽ ഹാർട്ട്, ഡീപ്പ് ഹാർട്ട് ആയിട്ടുള്ള ആളെന്ന് പറയുന്നത് ഒരു സുനാമി പോലെയാണ് എപ്പോഴും. വർക്കിംഗ് വിത്ത് ദി ഹാർട്ട്, ആ വ്യക്തി പറയും ഇവരെന്താ ഇങ്ങനെ ഇമോഷണൽ ആവുന്നത് എന്ന് നിങ്ങളുടെ ഉള്ളിൽ ഒരു ചോദ്യം ഉണ്ടാവുന്നുണ്ടെങ്കിൽ, എന്തിനാണ് ഇവരൊക്കെ ഇത്ര ഇമോഷണൽ ആവുന്നത്? അതിന്റെ അർത്ഥം നമ്മുടെ ഉള്ളിൽ ഇമോഷൻ ഉണ്ട്. അത് ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ യോഗയിൽ ആദ്യം ജോയിൻ ചെയ്യുന്ന സമയം, യോഗ മീൻസ് ചിത്തവൃത്തി നിരോധ. പെട്ടെന്ന് ചിത്തവൃത്തി നിരോധ എന്ന് പറയുമ്പോൾ നമ്മൾ ഈസിലി എന്ത് ചെയ്യും, നമ്മുടെ ആങ്കറും നമ്മുടെ ഉള്ളിൽ അതുവരെ ഉണ്ടായിരുന്ന എല്ലായിടത്തും സപ്രസ് ചെയ്ത് ഒരു കുഴിച്ച് മൂടി അടച്ചു വെച്ചു. അതിനുശേഷം കാണുന്നവരെല്ലാവരും ആങ്കർ. എനിക്ക് ആ സമയത്ത് ഒരുപാട് ആക്സിഡൻസ് സംഭവിക്കുന്നു. I didn't realize it. But once I enter into breath or rebirthing process-ലാണ് ഞാൻ ആദ്യമായിട്ട് റിയലൈസ് ചെയ്യുന്നത് I am filled with anger. സെലിബ്രിറ്റി ക്ലബിൽ നടക്കുന്ന സമയം ഓൾമോസ്റ്റ് 1 hour ഞാൻ ഒരു സിംഹത്തെ പോലെ അലറുകയായിരുന്നു എൻ്റെ ആങ്കറിൽ. അന്നാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് I have that much anger inside. പക്ഷെ ആ അലർച്ചയ്ക്ക് ശേഷം വാവ്, ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. അതിൻ്റെ അർത്ഥം നിങ്ങളെ വീട്ടിൽ കിടന്ന് പലരാനല്ല എന്നല്ല ഉദ്ദേശിച്ചത്. റിയലി നമ്മളെ സപ്രഷൻ ചെയ്ത് ഷാലോ റോസി നമ്മൾ വിചാരിക്കണം ഓക്കെ അവരെല്ലാം ഭയങ്കര ഇമോഷൻ കാണിക്കുന്നുണ്ട്, എല്ലാവരും എൻ്റെ മുമ്പിൽ നിന്ന് കരയുന്നുണ്ട്, സാഡ്നെസ് കാണിക്കുന്നുണ്ടെങ്കിൽ അർത്ഥം നമ്മുടെ ഉള്ളിൽ ഒരു സാഡ്നെസ് ഉണ്ട്. അതിനെ അഡ്രസ് ചെയ്യാം. അഡ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ഗോ. അത് ഗോ ചെയ്യുമ്പോൾ മറ്റുള്ളവർ അത് കാണിച്ചാലും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അറ്റ്ലീസ്റ്റ് അവരെ വലിച്ചിരുത്തി നമുക്ക് നെഞ്ചത്ത് കിടത്തി പോട്ടെ ഒക്കെ ശരിയാവും എന്തെങ്കിലും പറയാൻ പറ്റും. മറ്റേത് നമുക്ക് ദേഷ്യം വരും. ഇവർ സാഡ്നെസ്സും കാണിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ദേഷ്യം കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഇമോഷൻസ് കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായ അസ്വസ്ഥത ഉണ്ടാവും. when you are a shallow heart. Working with the heart will cause some initial pain to those in this condition. Pain ഉണ്ടാവും, natural ആണ്. But that pain can be borne with the right method, just as one bear the pain of starting to exercise or having a tooth filled. So now the process is reaching down, downward breath, connect to the depth. It's really connect to the depth of the ocean. സോ നമ്മൾ അതിലേക്ക് ഇറങ്ങുമ്പം ആരും തെറ്റിദ്ധരിക്കരുത്. ഇറങ്ങാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സ് പറയും വേണ്ട, ഡെപ്ത് ആണ്, എല്ലാവരുടെയും ഇമോഷൻ മനസ്സിലാവും, വേണ്ട. ബട്ട് നിങ്ങൾ വളരെ കമ്പാഷനേറ്റ്ലി പറയാം ഐ എം റെഡി, ഐ റിയലി വോണ്ട് ടു എക്സ്പ്ലോർ. എല്ലാവരുടെയും ഇമോഷൻ അറിയട്ടെ. ചില സമയം നമുക്ക് ചുറ്റിനും നടക്കുന്ന ആളുകളുടെ ഇമോഷൻസ് പോലും നമ്മൾ മനസ്സിലാക്കും. ബട്ട് നമുക്ക് അതിനെ ബെയർ ചെയ്യാൻ എബിലിറ്റി ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഡീപ്പ് ഹാർട്ട് ഉള്ളത്. Okay, when you are ready for the meditation, you can say yes. Yes, sir. Yes, sir. Yes, sir. Yes, sir. Yes, sir. Yes. Yes, sir. Yes, sir. Yes, sir. മോളെ അച്ഛൻ ഈ മെഡിറ്റേഷൻ കഴിയട്ടെ. ഇപ്പൊ എല്ലാവരും ജനലൊക്കെ അടക്കണ്ട. അച്ഛൻ ഇപ്പൊ മെഡിറ്റേഷൻ തുടങ്ങാറായി, അതുകൊണ്ടാട്ടോ. Yes. So sit in a comfortable posture. Make yourself relax.
In this moment, you take breath, inhale. Consciously, you breathe for another 2 minutes. Inhale through your nose and exhale through your mouth. You are breathing a conscious connected breath. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഹലേഷന്റെ എക്സലേഷന്റെ ഇടയിൽ യാതൊരു രീതിയിലുള്ള സ്റ്റോപ്പ് ഇല്ല, പോസ് ഇല്ല. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടേതായ കംഫർട്ടിൽ ഒരു ഡീപ്പ് ബ്രീത്ത് വേണമെന്നോ ഏത് രീതിയിലും ബ്രീത്ത് ചെയ്യാം. വേണമെങ്കിൽ ഇങ്ങനെ ഇനി ഫാസ്റ്റ് ആയിട്ട് ബ്രീത്ത് ചെയ്യാൻ തോന്നിയാൽ ബ്രീത്ത് ചെയ്യാം. അപ് ടു യുവർ കംഫർട്ടബിൾ ലെവൽ. കീപ് ഓൺ ബ്രീതിങ് ഫോർ അനദർ 2 minutes. 2 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങളോട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും. Inhale through your nose, exhale through your mouth like a breeze. Continuously breathe through your nose and exhale through your mouth like a breeze. In a very effortless way. You are not putting any big effort for your breathing. You just breathe out all that hot energies, all that pain, whatever inside you, you are breathe out. And make yourself empty. For next 1 more minute, you continuously focus on your breath. You are inhaling consciously, you are exhaling consciously through your mouth. Inhale through your nose, exhale through your mouth like a breeze. It's a very conscious breath, connected breath. In this moment, you slowly move your awareness quickly from head down to your toes, but you are keep on breathing. Along with your breath, a part of your attention traveling from head down to your toes. ശ്വാസത്തിന്റെ പ്രക്രിയ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സമയം മെല്ലെ മനസ്സുകൊണ്ട് ആദ്യം ശിരസ്, ഹെഡ് ഏരിയ, down and down to forehead, നെറ്റിയുടെ ഭാഗം, down and down to your eyes, right eye, left eye, right ear, left ear, ചെവികൾ, nose, right nostril, left nostril, മൂക്ക്, കവിളുകൾ, right cheek, left cheek, lips, upper lip, lower lip, inside your mouth, relax your tongue on the lower palate, down and down to your chin, down and down to neck and throat area, shoulders and arms. You continue with your breath. Inhale through your nose, exhale through your mouth like a breeze, but keep aware about your whole lower body from spine, upper back, middle back, lower back, in their spine, in their back, in their chest, in their abdomen, down and down and down, through hip, through buttocks, through genitals, thighs, right thigh, left thigh, knees, right knee, left knee, calf muscles, ankles, and toes. Once you attend your whole body, the breath is keep on traveling through your whole body and relax your body. For last 30 more seconds, you continue your breathing. Inhale through your nose, exhale through your mouth like a breeze.
In this moment, you slowly attending inside your heart space, a space which is in between the diaphragm and shoulder, a space between the sternum, front of your chest area and back of the spine. Enter inside this space, and there is a deeper space in your heart space. It's a deep astral space. Through that astral space, down and down, you can connecting with everyone. A oneness space of emotional connectivity. So in this moment, you can experiencing and closing your mouth and feel that a stream of breath which is coming from the universe, entering inside, and each and every exhalation you are stepping down and down, like you are moving down inside an ocean. Feel like you are really expert to jump inside the ocean. You are really going to exploring an underwater experience. Here you are safe, you are secure, your entire guides, masters, everyone is helping you. You are not alone in this process, in this deep diving inside water, an ocean, a space of deeper emotion. You can see many emotions in the form of fishes, plants in the underwater. It's a new, deeper experience. I count from 10 to 1. My count reach 1. You jump into that ocean. You are an expert. You know that depth. You know how to swim. You know it clearly. You are guided. 10, 9, 8, 7, 6, 5, 4, 3, 2. Jumping into the ocean. 1. Yes, swimming down and down and down to that space where we all are connected. You can easily connect with each and every one. A very big network of soul energy, especially the emotional aspect of this energy field. You can easily know all the emotions. You can see it, feel it. In this space, you are consciously, you can feel all the emotions, like different expressions, different spices in your kitchen, all the emotions, or it's like different fishes, plants, flowers, different color of flowers, different colors, all the emotions, whatever the ranges of emotion in this underwater space, all the emotions are coming near to you in a very symbolic way. So you play with that emotions, you smile with that emotion, you are really rocking with each and every emotion. Oru emotion load, you are dancing, your body is so flexible, easily. You can identify every emotion, understanding every emotion in this space. And in the deep diving space, you are a master of emotion. You are an emotional master. That's a space. It is so safe, it is so comfortable, it is so playful in this space. Adventurously, you are traveling down, down, and down at the depth of this ocean. In this moment, I am counting from 10 to 1. At the depth of the ocean, you are seeing a tunnel. Through that tunnel, you can reach to a very significant lifetime where your heart becomes shallow, or your heart experienced a shallow state, some traumatic shallow energy space. You can reach to that particular lifetime or that particular symbolic representation inside you.
Whatever the form it is coming, you embrace it, accept it. 10. At the depth of this ocean, you are seeing a beautiful tunnel. Through that tunnel, you can reaching and reaching and reaching, traveling back in time. 9, 8, 7. Very fastly, this tunnel is sucking you. You are swimming so fast like a master. 5, 4, 3. At the end, you can see another space. You can jump into that space. You reach to another ocean. 2, you are slowly swimming higher and higher. ആ വെള്ളത്തിലൂടെ മെല്ലെ മെല്ലെ മുകളിലേക്ക് വരികയാണ്. ആ മുകളിലേക്ക് വന്ന് ആ ഒരു ഷോറിലേക്ക്, ആ ഒരു ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേരുകയാണ്. ആൻഡ് 1, slowly you come up from this water body. അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് മെല്ലെ എത്തിച്ചേരുന്ന ആ ഗ്രൗണ്ട്. Just look into the sky first. Look up and see the sky and spontaneously look down and see the floor. Where you reach. A lifetime, a space where your heart is so shallow in nature. You are a master in that space, ready to enter into that body. ആ ശരീരത്തിലേക്ക് അനായാസേന ഒരു ആക്ടർ കോസ്റ്റ്യൂം മാറ്റുന്നത് പോലെ simply, easily enter into that body. Take that costume. Is it a male costume or a female costume? You simply wear that costume. Feel the body. Know the height. Know the weight. Know the size. ആ ശരീരത്തിന്റെ ഹെവി ബോഡി ആണോ, ലൈറ്റ് ബോഡി ആണോ, വലിയ ആളാണോ, ചെറിയ ആളാണോ? എവറി ഇംപ്രഷൻ ഈസ് സോ അമേസിംഗ്ലി ഓപ്പൺ ഇൻ ദിസ് മൊമെന്റ്. എല്ലാം തുറന്നു കിട്ടുകയാണ്. And in this time, I am counting from 3 to 1, you spontaneously travel back to a very significant moment in the same life. Your heart becomes shallow. Heart to shallow, very prime traumatic experience like you are connecting. Now you are so protected, safe. 3, 2, and 1. Jump into that space and be an actor and actress between action and cut now. Experience what you are experiencing. Completely connect with your deep heart in that space and observe how this heart becomes shallow through this experience. Understand it very deeply. A part of yourself is completely participating in this experience. A part of yourself is completely witnessing this experience. Once you completely understand and immersely into that experience, feel it, whatever the emotion, whether it is sadness, whether it is anger, whether it is any experience, you completely like a champion travel through that emotion. Allow it. When it is sadness, allow the tears to flow down. When it is anger in this moment, allow that anger to express in the form of breath. Feel it and driving through that experience. Explore that emotion completely. And I like you to separating in this moment. I count from 1 to 3. From that experience, you spontaneously transporting to a moment which is near to that death, that life over time. 1, moving forward and forward, detach from that experience. 2, connect to the last event of that experience. 3, observe what you are experiencing at the time of death. Are you alone or anybody around you? What sort of emotion, what sort of feelings you experienced in that shallow heart lifetime? Completely understand it. When all that emotions and feeling is in a negative form, I like you to transform it through a positive form after releasing from the body.
slowly and gradually, graciously last birth, last breath, releasing and separate from that body as a soul. See the body and observe what type of thought forms in that area. Give a color to that thought form. When that negative thought form color is, suppose it is red, give that red color and observe when you are in a very deep heart space, very compassionate heart, what is the color? Another color comes to you. Add that color into this deep color, the heart color, and dissolve it like a child who is playing with colors. You play with that emotion. As a soul level, you are a playful level. So you play it and transform it and detach from that lifetime. Completely detach. Completely detaching. In an aerial view, you can see that life. See what is happening to your body after death. See the entire life from birth to death. Entire story is awaken and opening in this moment now. See the whole story, whole lifetime, whole lessons in that lifetime. Everything quickly and spontaneously traveling inside you now. മുഴുവൻ സ്റ്റോറിയും ആ ലൈഫിന്റെ എല്ലാ കഥകളും ജനിച്ചപ്പോൾ തൊട്ട് ആരൊക്കെ ഉണ്ടായിരുന്നു, പാരൻസ്, സിബ്ലിങ്സ്, എങ്ങനെയാണ് ആ ഷാലോ ഹാർട്ട് മൊമെന്റിൽ എത്തിച്ചേർന്നത്, അവിടെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ്, അതിനുശേഷമുള്ള ലൈഫ് ടൈം, ഓരോ തോട്ട്സ് എങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നു, ഒരു തോട്ട്സ് എങ്ങനെ റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു. Every information are flowing in your deep unconscious and subconscious, and even it is very much available in your conscious space now. Yes. Yes, now you slowly separating from that life, from in that aerial moment. Again, I'm counting from 5 to 1. You move back in time to another life moment. You really experience a deep heart. You are the master of emotion. You are a deep hearted master. You connect to that spirit. 10, 9, 8, 7, 6, 5. You land on that space 4, 3, 2, and 1. You spontaneously landing into that ground as a master of deep heart. You are the emotional master. Completely be there, experience it. Observe that life, observe how you are behaving, how it is helping. Suppose you are a healer, allow that healing energy, understand it deeper, explore it. When you are a counselor, allow it. Whatever you are doing, what is your career, how you are behaving, how you are living, you are total acceptance to this deep heart in this lifetime, and completely take all that energy of that lifetime in a hologram. Hologram means you are giving a shape and color. Absorb all the essence of that deep heart master. Put it in a color and shape. And immediately you are releasing from that lifetime, slowly and gradually come to this current life. I'm counting from 3 to 1. You can enter in the current Hridaya Akasha, heart space 3. Coming from that space, entering into this current Hridaya Akasha 2 and 1. And place that hologram inside your Hridaya Akasha, that deep heart space like the hologram fit in here. Once you fit in that hologram, that color is spreading from that space. A color melle deep heart lake, again you start experience a oceanic experience inside. ഒരു അണ്ടർ വാട്ടർ, ഒരു ഓഷ്യന്റെ ഉള്ളിലൂടെ ട്രാവൽ ചെയ്യുന്ന ഒരു അമേസിങ് എക്സ്പീരിയൻസ്, അമേസിങ് കണക്ടിവിറ്റി. Even you can sense everyone's emotion and you know that you are the master. From this moment, there is a separation opening to understand your emotion and others' emotion. Here you are
setting a boundary. You can easily boundary. Through that boundary, you can understand which is my emotion, which is another's emotion. So that boundary setup is also happening by integrating this hologram in your deep heart space. Completely stay there and be with your Anapanasati breath awareness. The breath is coming from the universe. Each in-breath is coming from the universe, from your masters and guides. Each out-breath is going deep in that deep heart and intensifying that holographic color. That color is increasing inside. It's like holy. You are playing inside. By understanding everybody, you can easily understand everyone. You can easily understand yourself. For another 2 more minutes, you completely dwell deep into your deep heart. By just observe your natural breath. In this moment, your attention is the breath is coming, a stream of breath is coming from the higher space. With each exhalation, that breath is going downward, deeper and deeper. It's like again, it is coming from the higher, moving and down. Downward breath is going deeper and connect with the Mother Earth and help you to ground yourself. It helps you to become more humble human being, very grounded personality. This deep heart is help you to be a grounded human being, really a human being. That state is opening for you. Through that space, your ahimsa is opening. Ahimsa paramo dharma, that understanding developed by deepening your awareness in the deep heart. You can connect with all the living beings, connecting with the animals, connect with the plant kingdom, connect to the mineral kingdom. All the kingdoms are connected, interconnected. Last 1 more minute. The breath is coming from the universe, passing through you. The divine energy flow through you and deepen it. And it is grounding with the Mother Earth. Feel like you are embraced inside the Mother Earth, embraced in that all elements, earth, water, all the elements are supporting you. Especially in the deep heart, you are very much connected to the water body, ocean part. Last 30 seconds. In that space, you connect to your heart song and you sing the song inside while you are swimming deeper, deeper, and deeply connect with the Mother Earth and the water bodies. Listen to my heart as it follows a dream, and it leads to a place that only I know. To know my heart is to follow a dream that only I can know. Listen
Listen to my heart as it follows a dream, and it leads to a place that only I know. To know my heart is to follow a dream that only I can know. Listen to my heart as it follows a dream, and it leads to a place that only I know. To know my heart is to follow a dream that only I can know. A dream that only I can know. Last 5 seconds. 1, every day in every way you are getting better and better. 2, every day you are exploring different dimensions of your heart and connect your 5D consciousness. 3, you are slowly and gradually diving deep into different dimensions and integration happening very slowly and naturally. You have that immense patience and tolerance for integration. 3, you are a divine immortal being coming here to experience human life. 4, so all the emotions are important. You understand the value of every emotion. You are a master of emotion. And 5, rub your palms, place on your eyes, open your eyes, touch your whole body with that palm, touch your head, touch your forehead, touch every part of your body.